أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും എല്ലാ നിലക്കുമുള്ള ഖൈറുകളെ കൊണ്ടും അനുഗ്രഹിക്കട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, ബഹുമാന്യരായ മശായിഖ്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ആദരണീയരായ പണ്ഡിതന്മാർ, വിശിഷ്യ രോഗബാധിതരായി കഴിയുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് കോയക്കുട്ടി ഉസ്താദ്, അള്ളാഹു എല്ലാവർക്കും ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, രോഗികൾ, അള്ളാഹു എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും സലാമത്ത് നൽകട്ടെ. നമ്മുടെ ക്ലാസ് റൂമിന്റെ അഡ്മിനിമാരും ഇതിന്റെ ശ്രോതാക്കളും ഇതിനുവേണ്ടി പ്രയത്നിക്കുന്നവരും അള്ളാഹു എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും എല്ലാ നിലക്കുമുള്ള സലാമത്തുകളും നൽകട്ടെ. അൽഹംദുലില്ലാ, വളരെ മനോഹരമായ ഒരു പരിപാടിക്ക് ശേഷമാണ് നാം ഈ ജിന്ന്, പിശാജ്, അഹ്ലുസുന്നയുടെ നിലപാട് എന്ന ക്ലാസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അമീൻ കൊരട്ടിക്കര വളരെ മനോഹരമായ കിസ് പ്രോഗ്രാം, മനോഹരമെന്ന് കേവലം ഭംഗിവാക്ക് പറഞ്ഞതല്ല, ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കിസ് പ്രോഗ്രാമുകൾ, ഇപ്പോ നടന്ന ഈ പരിപാടിയുടെ അവസാന ഭാഗം ഞാനിങ്ങനെ കേട്ടപ്പോ ഞാൻ ആലോചിച്ചു പോയി. ബഹുമാന്യരായ ശ്രോതാക്കളെ വൈജ്ഞാനികമായ പല തലങ്ങളിലേക്കും ചിന്തിപ്പിക്കുകയും എത്തിക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായൊരു പരിപാടി. ഒരു പ്രസംഗം കേൾക്കുമ്പോൾ, ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ ഒരുപാട് വിജ്ഞാനങ്ങൾ ലഭിക്കും. ഒരു പുസ്തകം വായിക്കുമ്പോൾ, ഒരു ലേഖനം വായിക്കുമ്പോഴും ധാരാളം വിജ്ഞാനങ്ങൾ ലഭിക്കും. എന്നാൽ തീർച്ചയായും ഒരു ക്വിസ് പ്രോഗ്രാം നടത്തണമെങ്കിലും അതിന് നേതൃത്വം കൊടുക്കണമെങ്കിൽ ഒരു ക്ലാസ് കേട്ടതുകൊണ്ടോ ഒരു പുസ്തകം വായിച്ചതുകൊണ്ടോ കഴിയുന്ന കാര്യമല്ല. സംഘടനാപരമായി, അതുപോലെ തന്നെ പരിശുദ്ധ ദീനിലെ വിശ്വാസപരമായ കാര്യങ്ങൾ, ഫിഖ്ഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ വിജ്ഞാനത്തിന്റെ നാനാ മേഖലകളിലേക്കും കടന്നു ചെല്ലുന്ന വളരെ ഉപകാരപ്രദമായ, എന്നാൽ അറിഞ്ഞിരിക്കേണ്ടുന്ന, കേവലം ഒരു സമയം കളയാൻ വേണ്ടിയല്ല, അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളാണ് നമുക്കിതുപോലെയുള്ള ഈ കിസ് പ്രോഗ്രാമുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പരിപാടികളെ കൊണ്ട് സമസ്തയ്ക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന, നമ്മുടെ ക്ലാസ് റൂമിനെ സജീവമാക്കുന്ന ബഹുമാന്യരായ അമീൻ കൊരട്ടിക്കര, അതുപോലെയുള്ള സഹോദരന്മാർ, അതിൽ പങ്കെടുക്കുന്ന ശ്രോതാക്കൾ, പങ്കെടുക്കുന്നവർ, അല്ലാഹു എല്ലാവർക്കും എല്ലാ നിലക്കും സലാമത്തും റഹ്മത്തും ഇരു ലോകത്തും നൽകട്ടെ. ബഹുമാനമുള്ള സഹോദരന്മാരെ, ജിന്ന്, പിശാജ്, ഇത് എന്നും ഒരു വിവാദ വിഷയമാണ്. നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്ന, മുൻധാരണകളും മുൻവിധികളും ധാരാളമുള്ള, എന്നാൽ പലപ്പോഴും ഈ മുൻധാരണകൾക്കും ഈ മുൻവിധികൾക്കും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, എന്നാൽ ഒരു സുന്നിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശങ്കകൾക്കും ഒരു അവ്യക്തതക്കും യാതൊരു പഴുതുമില്ലാത്ത വിധം കൃത്യമായി നമ്മുടെ ഉലമാ വിശദീകരിച്ചിട്ടുള്ള മറ്റേത് വിഷയങ്ങളെപ്പോലെയും സംശയങ്ങൾക്കോ അതല്ലെങ്കിൽ കേവലം മിഥ്യാധാരണകൾക്കോ യാതൊരു സ്ഥാനവുമില്ലാത്ത, ഒരാവശ്യവുമില്ലാത്ത രീതിയിൽ വളരെ കൃത്യമായി കൊണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയമാണ് ജിന്ന്, പിശാജ് വിഷയം. നമുക്കറിയാമല്ലോ, ഈ ജിന്നും പിശാജുമാണ്
കേരള മുജാഹിദുകൾക്കിടയിൽ ഈ അടുത്ത കാലത്ത് ഏതാനും വർഷങ്ങളായി വലിയ ഒച്ചപ്പാടുകളും പുറത്താക്കലും അകത്താക്കലും സംഘടനകളും ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമൊക്കെയായി ഒരു പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന് യാതൊരു നിലയും വിലയുമില്ല, അതോടൊപ്പം ഒരു അടിസ്ഥാനവും മാനദണ്ഡവുമില്ല എന്ന് കേവലം ബുദ്ധിയുള്ള മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും അറിയാവുന്ന വ്യക്തമാകുന്ന തരത്തിൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ ഇത്രത്തോളം അപജയത്തിന്റെ പടുകുഴിയിലേക്ക് എത്തിച്ച വിഷയമാണ് ജിന്ന് പിശാച് വിഷയം. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ കൃത്യമായി നിലപാടുകൾ വിശദീകരിക്കാൻ കഴിയാതെയുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ആശയ പാപ്പരത്വമാണ്, ആശയപരമായുള്ള പരാജയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ ബഹുമാന്യരായ സുന്നികൾ വേറിട്ട് നിൽക്കുന്നത്. നമുക്കൊന്നിലും പുതുതായി ഒന്നും കണ്ടെത്തേണ്ടതില്ല. ഏത് വിഷയമാണെങ്കിലും മഹാന്മാരായ നമ്മുടെ അയിമ്മത്ത് കൃത്യമായി നാം എന്ത് വിശ്വസിക്കണം, നാം എന്ത് പ്രവർത്തിക്കണം, ഏത് നിലപാടിൽ നിൽക്കണമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ മനോഹരമായി കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ബുധനാഴ്ച ഇതേ സമയത്ത് നമ്മൾ വിശദീകരിച്ചിരുന്നു. അല്പം ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നും ചർച്ച ചെയ്യാം. ഇന്നത്തെ ഈ ചർച്ചയോടുകൂടി ഈ വിഷയം അവസാനിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അവസരം പോലെ വീണ്ടും തുടരാം. ജിന്നുകളെ കാണാൻ സാധിക്കുമോ ഇല്ലേ? ജിന്നുകളെ കാണുകയാണെങ്കിൽ ഏത് രൂപത്തിലാണ് ജിന്നുകളെ കാണുന്നുണ്ടാവുക? ഇതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവരുടെ പ്രസിദ്ധമായ ഗ്രന്ഥം തുഹ്ഫത്തുൽ മുഹ്താജിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിക്കൊണ്ട് രേഖപ്പെടുത്തുന്നു. ഖാല ശാഫിഈ റളിയല്ലാഹു അൻഹു വമൻ സഅമ അന്നഹു റആഹും റുദ്ദത് ഷഹാദത്തുഹു വഉസ്സിറ. ഒരാൾ വാദിക്കുന്നു അന്നഹു റആഹും, അയാൾ ജിന്നുകളെ കണ്ടിരിക്കുന്നു എന്ന് ഒരാൾ പറയുന്നെങ്കിൽ, ഒരാൾ വാദിക്കുന്നെങ്കിൽ റുദ്ദത് ഷഹാദത്തുഹു, അവനെ സാക്ഷിയാക്കാൻ പറ്റൂല. മാത്രമല്ല വഉസ്സിറ, ഹാക്കിം അവനെതിരെ നടപടിയെടുക്കുകയും ചെയ്യണം. ഒരു മനുഷ്യൻ ഞാൻ ജിന്നിനെ കണ്ടു എന്ന് പറയുന്നെങ്കിൽ പിന്നെ ആ മനുഷ്യന്റെ ഷഹാദത്ത് സ്വീകാര്യമല്ല. അദ്ദേഹം സാക്ഷിയാകാൻ, ഒരു കാര്യത്തിന് സാക്ഷിയാകാൻ പറ്റില്ല. സാക്ഷിയാകണമെങ്കിൽ ഒരുപാട് നിബന്ധനകളിൽ വളരെ പ്രധാനപ്പെട്ട നിബന്ധനയാണ് താൻ ആദിലാവുക, നീതിമാനാവുക എന്നുള്ളത്. എന്നാൽ ഒരു മനുഷ്യൻ ഞാൻ ജിന്നിനെ കണ്ടിരിക്കുന്നു എന്ന് വാദിക്കലോടുകൂടി തന്റെ അദാലത്ത് നഷ്ടപ്പെടുകയും നീതിമാൻ എന്ന ആ പദവി, ആ സ്ഥാനം നഷ്ടപ്പെടുകയും അതുകൊണ്ട് അവനെ സാക്ഷിയാകാൻ പറ്റുകയില്ല എന്നും മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. മാത്രമല്ല വഉസ്സിറ, ഇങ്ങനെ ഒരു മനുഷ്യൻ പറയുന്നെങ്കിൽ ഭരണാധികാരി അവനെതിരിൽ നടപടിയെടുക്കുകയും ചെയ്യണം. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളാണ്. മഹാനായ ഇമാം അവർകൾ ഇപ്രകാരം പറഞ്ഞതായി ധാരാളം കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിന്നുകളുമായി സംസാരിച്ചതും ജിന്നുകളുമായി കണ്ടുമുട്ടിയതും മറ്റ് പല സഹാബിമാരും പല താബിഈങ്ങളും പല ഔലിയാക്കളും ജിന്നുകളെ കണ്ടുമുട്ടിയതും ജിന്നുകളുമായി സംസാരിച്ചതും ജിന്നുകളുമായി ഒരുമിച്ച് കൂടിയതും ധാരാളം സംഭവങ്ങളിൽ കിതാബുകളിൽ തന്നെ കാണുന്നുണ്ട്. പിന്നെ എന്താണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് താല്പര്യം? മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞതിനെക്കുറിച്ച് ഇമ്മത്ത് ധാരാളം ചർച്ച ചെയ്തു. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്കുകൾ ഉദ്ധരിച്ചതിന് ശേഷം പറയുന്നു, വഹമല ബഅദുഹും കലാമ ശാഫിഈ റളിയല്ലാഹു അൻഹു അലാ സാഇമി റുയത സുവരിഹിം അല്ലത്തി ഖുലിഖു അലൈഹ. ജിന്നുകളെ കാണാൻ സാധ്യമല്ല. ഒരു മനുഷ്യൻ ജിന്നുകളെ കണ്ടു എന്ന് പറയുന്നെങ്കിൽ പിന്നെ അവന്റെ ഷഹാദത്ത് സ്വീകാര്യമല്ല, അവനെതിരിൽ നടപടി കൈക്കൊള്ളണം എന്ന് മഹാനായ ഇമാം അവർകൾ പറയുമ്പോ ആരെക്കുറിച്ചാണ് പറയുന്നത്? അലാ സാഇമി റുയതി സുവരിഹിം അല്ലത്തി ഖുലിഖു അലൈഹ.
ജിന്നുകളെ അവരുടെ യഥാർത്ഥ രൂപം ഏതൊരു രൂപമാണോ ആ രൂപത്തിലായിക്കൊണ്ട് താൻ കണ്ടു എന്ന് പറയുന്നവരെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അല്ലാഹു തആല ജിന്നുകളെ പടച്ചിട്ടുള്ളത് പുകയുമായി ഒരിക്കലും കലർപ്പില്ലാത്ത ശുദ്ധമായ തീനാളങ്ങളെ കൊണ്ടാണ് പടച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിരുന്നു. ശുദ്ധമായ തീനാളങ്ങളെ കൊണ്ട് പടക്കപ്പെട്ട ജിന്നുകളെ അവരുടെ അസ്ലിയായ ഹഖീഖിയായ യഥാർത്ഥ രൂപം എന്താണോ ആ രൂപത്തിലായിക്കൊണ്ട് താൻ കണ്ടു എന്ന് പറയുമ്പോൾ അത് സ്വീകാര്യമല്ല. കാരണം ആ രൂപത്തിൽ കാണാൻ കഴിയില്ല എന്നാണ് മഹാനായ ഇമാം അവറുകൾ പറഞ്ഞതിന്റെ താല്പര്യം. ജിന്നുകളുടെ യഥാർത്ഥ രൂപം എന്താണോ, നമ്മൾ പറഞ്ഞിരുന്നു ജിന്നുകൾക്ക് വ്യത്യസ്തമായ രൂപങ്ങളെ സ്വീകരിക്കാൻ സാധിക്കും, പല രൂപത്തിലും അവർ പ്രത്യക്ഷപ്പെടും. എന്നാൽ ജിന്നുകളുടെ ഹഖീഖിയായ രൂപം, യഥാർത്ഥ രൂപം, അതിന്റെ ഒറിജിനൽ രൂപം എന്താണോ ആ രൂപത്തിലായിക്കൊണ്ട് കാണാൻ സാധ്യമല്ല. അങ്ങനെ ഞാൻ കണ്ടു എന്നൊരു മനുഷ്യന് പറയുന്നെങ്കിൽ, ഒരാൾ പറയുന്നെങ്കിൽ അവർക്കെതിരെ നടപടി കൈക്കൊള്ളണം, അവരുടെ ഷഹാദത്ത് സ്വീകാര്യമല്ല. ഇതാണ് ഇമാം അവറുകൾ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അഇമ്മത്തിന്റെ കലാം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, ഖദ് യതസവ്വറു ബിബഅദി സുവരി, ജിന്നുകൾ മറ്റ് പല രൂപത്തിലും പ്രത്യക്ഷപ്പെടും. ഫതുംകിനു റുയതുഹു, അപ്പോൾ അവരെ കാണൽ സൗകര്യപ്പെടുകയും ചെയ്യും. എന്നാൽ ജിന്നുകളെ കാണാൻ സാധ്യമല്ല എന്ന് പറഞ്ഞതോ മഖ്സൂസുൻ ബിമാ ഇദാ കാന അലാ സൂറത്തിഹില്ലത്തി ഖുലിക അലൈഹ, അവരെ അല്ലാഹു തആല ഏത് രൂപത്തിന്റെ മേൽ പടച്ചോ ആ യഥാർത്ഥ രൂപത്തിന്റെ മേലായിക്കൊണ്ട് കാണാൻ സാധ്യമല്ല എന്നാണ്. മറ്റു പല രൂപത്തിലും വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പാമ്പിന്റെ രൂപം, മറ്റ് ഇഴജന്തുക്കളുടെ രൂപം, അതുപോലെ തന്നെ പറക്കുന്നവർ, ഭൂമിയിൽ ഇറങ്ങി ജനങ്ങൾക്കിടയിൽ താമസിക്കുന്നവർ, ഇങ്ങനെ പല വിഭാഗവും ജിന്നുകളുണ്ട്. ഇങ്ങനെ അതിന്റെ അസ്ലിയായ രൂപമല്ലാത്ത മറ്റു രൂപം സ്വീകരിക്കുന്നെങ്കിൽ ആ ജിന്നുകളെ കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, വഇന്നഹും യതകല്ലമൂന ബികലാമിൽ ഇൻസി, മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ജിന്നുകളും സംസാരിക്കും. മനുഷ്യന്റെ ദുസ്വഭാവങ്ങളെപ്പോലെ ജിന്നുകൾക്കും ദുസ്വഭാവങ്ങൾ ഉണ്ടാകും. മനുഷ്യന്റെ സൽക്കർമ്മങ്ങളെപ്പോലെ ജിന്നുകൾക്കും സൽക്കർമ്മങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ ഈ യഥാർത്ഥ രൂപമെന്തോ ആ രൂപത്തിൽ നിന്ന് മറ്റു രൂപങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് കാണാൻ സാധിക്കുക. അപ്പൊ കാണുകയില്ല, യഥാർത്ഥ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവകളുടെ അസ്ലിയായ ഹഖീഖിയായ രൂപമേതോ ആ രൂപത്തിലായിക്കൊണ്ട് കാണാൻ സാധിക്കുകയില്ല എന്നാണ്. അതോടൊപ്പം ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബിയും ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഇവരും അതുപോലെയുള്ള മറ്റ് ഇമാമുമാരൊക്കെ ഈ വിഷയം വളരെ ദീർഘമായി ചർച്ച ചെയ്തതിനു ശേഷം പറയുന്നു, യഥാർത്ഥ രൂപത്തിലായിക്കൊണ്ട് ജിന്നുകളുടെ യഥാർത്ഥ രൂപത്തിലായിക്കൊണ്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞത് സാധാരണക്കാരായ ആളുകൾക്കാണ്. അല്ലാഹു തആല അനുഗ്രഹിച്ച ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, വിശിഷ്യ നബിമാർ, ഇവർക്കൊക്കെ ജിന്നുകൾ അവരുടെ യഥാർത്ഥ രൂപമെന്തോ ആ രൂപത്തിലായിക്കൊണ്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ സാധാരണ മുസ്ലിമീങ്ങളാവട്ടെ, സാധാരണ ജനങ്ങളാവട്ടെ, അവർക്ക് ജിന്നിന്റെ യഥാർത്ഥ രൂപമെന്തോ ആ രൂപത്തിലായിക്കൊണ്ട് കാണുക സാധ്യമല്ല. യഥാർത്ഥ രൂപത്തിൽ നിന്ന് മറ്റു രൂപങ്ങളിലേക്ക് വ്യത്യാസങ്ങൾ സംഭവിക്കുമ്പോൾ സാധാരണക്കാർക്ക് കാണാൻ സാധിക്കും. എന്നാൽ അസാധാരണക്കാർ അഥവാ അംബിയ, ഔലിയ, സ്വാലിഹീങ്ങൾ, ഇവർക്കൊക്കെ ജിന്നുകളുടെ യഥാർത്ഥ രൂപത്തിന്റെ മേലിലും മറ്റു രൂപങ്ങൾ സ്വീകരിക്കുമ്പോഴും ഇവർക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബിയും അതുപോലെ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹും ഇതുപോലെയുള്ളവരൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നബിമാർക്ക് കാണാൻ സാധിക്കും ജിന്നുകളുടെ യഥാർത്ഥ രൂപത്തിലായിക്കൊണ്ട് തന്നെ, മറ്റു രൂപത്തിൽ കാണാൻ കഴിയുന്നതുപോലെ തന്നെ. ഇതേ രൂപത്തിൽ തന്നെ ഔലിയായിനും സാലിഹീങ്ങൾക്കും കാണാൻ സാധിക്കും. യഥാർത്ഥ രൂപത്തിലായിക്കൊണ്ടും മറ്റു രൂപത്തിലായിക്കൊണ്ടും കാണാൻ കഴിയും. ധാരാളം സംഭവങ്ങളുണ്ടല്ലോ, ഇഷ്ടംപോലെ സംഭവങ്ങൾ.
ജിന്നുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം സംഭവങ്ങൾ ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്കിങ്ങനെ കാണാം. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയാണ്, ഇന്ന ഇഫ്രീതൻ മിനൽ ജിന്നി തഫല്ലത അലയ്യൽ ബാരിഹ. കഴിഞ്ഞ ദിവസം ജിന്നുകളിൽപ്പെട്ട ഒരു ശക്തനായ ജിന്ന്, ഒരു മല്ലനായ ജിന്ന് എന്റെ അടുത്ത് വന്നിറങ്ങി. ലിയഖ്ത അലയ്യ സ്വലാത്ത. ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ നിസ്കാരം ഫസാദാക്കുന്നതിന് വേണ്ടി, എന്നെ നിസ്കാരത്തിൽ നിന്ന് എന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി, എന്റെ നിസ്കാരം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു ജിന്ന്, ഒരു ഇഫ്രീത്ത്, ഒരു ശക്തനായ ജിന്ന് എന്റെ അടുത്ത് വന്നിറങ്ങിയത്. പക്ഷേ ഫഅംകനില്ലാഹു മിൻഹു, അല്ലാഹു ആ ജിന്നിനെ എനിക്ക് കീഴ്പ്പെടുത്തി തന്നു. ഫഅറത്തു, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചു. ബഹുമാനപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആ ജിന്നിനെ പിടിച്ച് ഈ പള്ളിയുടെ തൂണുകളിൽ നിന്നും ഒരു തൂണിൽ കെട്ടിയിടാൻ, ബന്ധിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. നേരം പുലരുവരെ, സുബ്ഹി വരെ ഈ തൂണിൽ കെട്ടിടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഇട്ടിരിക്കുകയായിരുന്നെങ്കിൽ സുബ്ഹിയായ നിങ്ങൾക്കൊക്കെ ഈ ജിന്നിനെ കാണാമായിരുന്നു. മാത്രമല്ല, മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്, ഈ മദീനയിലെ കുട്ടികൾക്ക് ഞാൻ ബന്ധിപ്പിച്ച, ഈ തൂണിൽ ബന്ധിപ്പിച്ച ആ ജിന്നുമായി കൊണ്ട് അവർക്ക് കളിക്കുകയും ചെയ്യാമായിരുന്നു. നിങ്ങൾക്കൊക്കെ ആ ജിന്നിനെ കാണാനും കുട്ടികൾക്ക് കളിക്കാനും കഴിയുന്ന രീതിയിൽ എനിക്ക് ആ ജിന്നിനെ അല്ലാഹു കീഴ്പ്പെടുത്തി തന്നുകൊണ്ട് ഈ തൂണിൽ ഞാൻ കെട്ടിടാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചു. ഫദക്കർതു ഖൗല അഖി സുലൈമാൻ അലൈഹിസ്സലാം. അപ്പോൾ എനിക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഒരു വചനം ഓർമ്മ വന്നത്. എന്താ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വചനം? റബ്ബി ഹബ്ലി മുൽക്കൻ ലാ യംബഗി ലിഅഹദിൻ മിൻ ബഅദി. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, അല്ലാഹുവേ, എന്റെ ശേഷം മറ്റൊരാൾക്കും കൊടുക്കാത്ത തരത്തിലുള്ള അധികാരശക്തി എനിക്ക് നൽകണേ. ഇത് സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തതാണ്. അല്ലാഹു ആ ദുആനെ സ്വീകരിക്കുകയും ചെയ്തു. ജിന്നുകൾ അല്ലാഹു തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തു. ഈ ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുക്കുക എന്ന ഈ അധികാരശക്തി അത് എനിക്കുമായിരിക്കണം, എന്റെ ശേഷം മറ്റൊരാൾക്കും നൽകരുത് എന്ന തരത്തിലാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ഇഫ്രീത്തിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് കാണാനും കുട്ടികൾക്ക് കളിക്കാനും കഴിയുന്ന രൂപത്തിൽ ഈ പള്ളിയുടെ ചുവരിൽ ഞാൻ കെട്ടിയിടുകയാണെങ്കിൽ അത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ താല്പര്യത്തിനെതിരാകുമല്ലോ എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ ആ കാര്യം ചെയ്തില്ല, എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ കാര്യം ചെയ്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫറദ്ദ ഖാസിയ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്കാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി വന്ന ആ ഇഫ്രീത്ത്, ആ ശക്തനായ ജിന്ന് വളരെ പരാജിതനായിക്കൊണ്ട് മടങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ജിന്നിനെ കാണുന്നു. മാത്രമല്ല, കീഴ്പ്പെടുത്തണമെന്ന് നബി തങ്ങൾ ആഗ്രഹിക്കുന്നു. കീഴ്പ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുമെന്ന് ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെന്തുകൊണ്ട് കീഴ്പ്പെടുത്തിയില്ല, തൂണിൽ കെട്ടിയിട്ടില്ല? അതിന് കാരണം ഹദീസിൽ തന്നെ പറഞ്ഞല്ലോ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദുആ എനിക്ക് ഓർമ്മ വന്നതാണ്, അതനുസരിച്ചാണ് ഞാൻ അതിനെ ഒഴിവാക്കി വിട്ടത്. പക്ഷേ ഈ ഹദീസിൽ ശ്രദ്ധേയമായ ഒരു ഭാഗമുണ്ട്. ഹത്താ തുസ്ബിഹു വതൻദുറു ഇലൈഹി കുല്ലുക്കും. നേരം സുബ്ഹിയാകുന്നത് വരെയും കെട്ടിയിടണമെന്നും വതൻദുറു ഇലൈഹി കുല്ലുക്കും, നിങ്ങളെല്ലാവരും ഈ ജിന്നിലേക്ക് നോക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചു. ഇമാം നബി പറയുന്നു, മദീന കുട്ടികൾ വന്നുകൊണ്ട് ആ ജിന്നിനെ കൊണ്ട് കളിക്കണം, അങ്ങനെ ജിന്നിനെ ആകെ പരാജയപ്പെടുത്തണം എന്ന് ഞാൻ ഉദ്ദേശിച്ചു. തീർച്ചയായും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം, ഹത്വ തൻദുറു ഇലൈഹി കുല്ലുക്കും, നിങ്ങൾക്കെല്ലാവർക്കും ഈ ജിന്നിനെ കാണാൻ സാധിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഈ ജിന്നിനെ ഞാൻ കെട്ടിടാൻ വേണ്ടി കരുതി, ഉദ്ദേശിച്ചു. അപ്പൊ ജിന്നുകളെ കാണാൻ സാധിക്കും. സാധാരണക്കാർക്കും സാധിക്കാം, അസാധാരണക്കാർക്കും സാധിക്കാം. പക്ഷേ ജിന്നുകൾ അവകളെ ഏത് രൂപത്തിലായി സൃഷ്ടിക്കപ്പെട്ടോ ആ രൂപത്തിലല്ലാതെ മറ്റു രൂപങ്ങൾ പ്രാപിക്കുമ്പോൾ ജിന്നുകളുടെ യഥാർത്ഥ രൂപമെന്തോ ആ രൂപത്തിൽ തന്നെ കാണാൻ കഴിയും അസാധാരണക്കാരാകുന്ന അംബിയ ഇന്നും ഔലിയ ഇന്നും സ്വാലിഹീങ്ങളും. അല്ലാഹു തആല പറയുന്നു, ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും.
ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സൂറത്തുൽ അഅറാഫിലെ 72-ാമത്തെ ആയത്താണ്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ഇമാമുമാർ പറയുന്നുണ്ട് ജിന്നുകളെ കാണാൻ സാധ്യമല്ല എന്ന്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നഹു യറാക്കും ഹുവ വ ഖബീലുഹു മിൻ ഹൈസ തറൗനഹും എന്ന ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജിന്നുകളെ കാണാൻ സാധിക്കുകയില്ല എന്ന് ചില ഇമാമുമാർ അഭിപ്രായപ്പെടുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് പണ്ഡിതന്മാരുടെ നിരൂപണം ഫഇന്ന ദാലിക ഹുക്മുൽ അഅമ്മിൽ അഗ്ലബി മിൻ അഹ്വാലി ബനി ആദമ, ഇത് മനുഷ്യരുടെ സാധാരണ നിയമം മാത്രമാണ്, മനുഷ്യരുടെ സാധാരണ രീതി മാത്രമാണ്. ഈ സാധാരണക്കെതിരായിക്കൊണ്ട് ജിന്നുകളെ കാണാം, ഈ സാധാരണക്കെതിരായിക്കൊണ്ട് ജിന്നുകളെ കാണാം. എന്നാൽ ഈ ആയത്തിന് ഇന്നഹു യറാക്കും ഹുവ വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും എന്ന ഈ ആയത്തിന് മറ്റു ചില മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും വിശദീകരിച്ചത് എങ്ങനെയാണ്? ലാ ഹാജത ഇലാ ഹാദ തഅ്വീൽ, ഈ ആയത്തിന് ഇപ്രകാരം വ്യാഖ്യാനിക്കുന്നതില്ല. ഇത് ലൈസ ഫിൽ ആയത്തി മാ യൻഫി റുയതനാ ഇയ്യാഹും മുത്ലഖ, കാരണം ഈ ആയത്തിൽ ഒരിക്കലും നമുക്കവരെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അല്ലാഹു തആല പറഞ്ഞത് ഇന്നഹു യറാക്കും ഹുവ വ ഖബീലുഹു, ഇബ്ലീസും ഇബ്ലീസിന്റെ സംഘങ്ങളും നിങ്ങളെ കാണും മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ കഴിയാത്ത രൂപത്തിൽ. അതായത് പിശാചിന് ജിന്നുകൾക്ക് അവർ നമ്മളെയും നമ്മൾ അവരെയും കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ട് മനുഷ്യർ തമ്മിൽ ഒരു സദസ്സിൽ ഒരുമിച്ചുകൂടി പരസ്പരം സംസാരിക്കുമ്പോൾ പരസ്പരം കാണുന്നത് പോലെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് പോലെ ഒരു ജിന്നും ഒരു മനുഷ്യനും, ഈ ജിന്നിന് മനുഷ്യനെ കാണുന്നു, മനുഷ്യന് ജിന്നിനെയും കാണുന്നു, ഇങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാവുകയില്ല എന്നാണ് ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ജിന്നിനെ ഒരു സന്ദർഭത്തിലും കാണുകയില്ല എന്ന് ഈ ആയത്തിന് അർത്ഥമില്ല എന്ന് ചില ഇമാമിങ്ങൾ പറയുന്നു. ചുരുക്കത്തിൽ ഇന്നഹു യറാക്കും ഹുവ വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും എന്ന ആയത്തിന്റെ ഈ രണ്ട് തഫ്സീർ പ്രകാരവും ഈ രണ്ട് വിശദീകരണ പ്രകാരവും ഒരു സാഹചര്യത്തിലും മനുഷ്യർക്ക് ജിന്നിനെ കാണാൻ സാധ്യമല്ല എന്ന വീക്ഷണം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വീക്ഷണമല്ല. ഒരു നിലക്കും ജിന്നുകളെ കാണാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായം അതൊരിക്കലും മുസ്ലിം ലോകത്തിന്റെ ആധികാരികമായ പ്രാമാണികമായ പിന്തുണയുള്ള അഭിപ്രായമല്ല. നമ്മുടെ നാട്ടിലെ കഥയില്ലാത്ത വഹാബികൾ, ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ഒരു വിഷയത്തിലും നിലപാടുകളും പ്രമാണങ്ങളും ഇല്ലാത്ത, വായിൽ വന്നതൊക്കെ കോതക്ക് പാട്ട് എന്ന രൂപത്തിൽ അഭിപ്രായങ്ങളും നിയമങ്ങളും മാറ്റി 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 പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരള വഹാബിസം, ലോകത്തെവിടെയും ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനമില്ല. നിലപാടില്ലാത്ത, ആദർശമില്ലാത്ത, വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്ത, തോന്നിയ സന്ദർഭങ്ങളിൽ ഇഷ്ടമുള്ള രൂപത്തിലൊക്കെ പരിശുദ്ധ ദീനിന്റെ പേരിൽ വിളിച്ചു പറയുന്ന, ഒരു അടിസ്ഥാനവും ഒരു പ്രമാണവുമില്ലാത്ത വഹാബി പ്രസ്ഥാനം. ആ വഹാബി പ്രസ്ഥാനത്തിന്റെ പല പുസ്തകങ്ങളിലും ഒരിക്കലും മനുഷ്യർക്ക് ജിന്നിനെ കാണാൻ സാധിക്കുകയില്ല എന്ന രൂപത്തിൽ എഴുതിയതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അതൊരിക്കലും മുസ്ലിം ലോകത്തിന്റെ അംഗീകരിക്കപ്പെട്ട അഭിപ്രായമായിക്കൊണ്ട് അതിനെ കാണുക സാധ്യമല്ല. ഒരു സന്ദർഭത്തിലും ഒരു സാഹചര്യത്തിലും ജിന്നുകളെ കാണാൻ കഴിയില്ല എന്ന് ഇമാമുമാരാരും അഭിപ്രായപ്പെട്ടിട്ടില്ല. അങ്ങനെ പറയുന്ന ഒരായത്തുമില്ല, ഒരു ഹദീസുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാഇന്റെ രാത്രിയിലുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമാകുന്ന ഉംദത്തുൽ ഖാരിയിൽ പറയുന്നുണ്ട്, റഅയ്തു ലൈലത്തൻ ഉസ്രിയ ബി ഇഫ്രീത മിനൽ ജിന്ന്. ഞാൻ ഇസ്രാഇന്റെ രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ജിന്നിനെ, ഒരു ശക്തനായ ഇഫ്രീത്തിനെ, ഒരു ജിന്നിനെ ഞാൻ കണ്ടു. യത്ലുബ്നി ബിശുഅലത്തിൻ മിനന്നാർ, ഒരു തീപന്തവുമായിക്കൊണ്ട് എന്നെ പിന്തുടരുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടു. കുല്ലമ ഇൽതഫത ഇലൈഹി റഅയ്തുഹു, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ എന്റെ തൊട്ട് പിന്നിൽ ആ ജിന്നിനെ എനിക്കൊരു തീപന്തവുമായിക്കൊണ്ട് പിന്തുടരുന്നതായിക്കൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. നബി തങ്ങൾ പറയുന്നു, ഞാൻ ഇസ്രാഇന്റെ രാത്രിയിൽ
ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്റെ പിന്നാലെ ഒരു തീയുമായിക്കൊണ്ട് പിന്തുടരുന്ന ഒരു പിശാചിനെ, ഒരു ജിന്നിനെ ഞാൻ കണ്ടു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ എന്നെ പിന്തുടരുന്നതായിക്കൊണ്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ തന്നെ മറ്റ് പലരും ജിന്നുകളെ കണ്ടതായിക്കൊണ്ടും ജിന്നുകളുമായി സംസാരിച്ചതായിക്കൊണ്ടും ധാരാളം സംഭവങ്ങൾ വെറും മഹാന്മാരുടെ അനുഭവത്തിൽ മാത്രമല്ല, നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങളിലും ചരിത്രങ്ങളിലും ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജിന്നുകൾ അല്ലാഹു തആല ഏത് രൂപത്തിൽ പടച്ചോ ആ യഥാർത്ഥ രൂപം എന്താണോ ആ രൂപത്തിൽ നിന്ന് മറ്റു രൂപത്തിലേക്ക് മാറുമ്പോൾ സാധാരണക്കാർക്കും അസാധാരണക്കാർക്കും ജിന്നുകളെ കാണാൻ കഴിയും. എന്നാൽ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് എങ്ങനെയാണ് ജിന്ന് വ്യത്യാസപ്പെടൽ, എങ്ങനെയാണ് മാറൽ? ബഹുമാനപ്പെട്ട ഉംദത്തുൽ ഖാരി തന്നെ വിശദീകരിക്കുന്നു. അല്ലാഹു തആല ചില വചനങ്ങളെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ചില പ്രവർത്തനങ്ങളെയും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വചനങ്ങളിൽ ആ കലിമാത്തുകൾ ഉച്ചരിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് അവർക്ക് വ്യത്യാസപ്പെടാൻ സാധിക്കുന്നു. അല്ലാഹു തആല ചില കലിമാത്തുകളെ ജിന്നുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, ചില പ്രവർത്തനങ്ങളെയും പഠിപ്പിച്ചു കൊടുത്തു. ആ പഠിപ്പിക്കപ്പെട്ട പ്രവർത്തനങ്ങളും പഠിപ്പിക്കപ്പെട്ട വാക്കുകളും ഉച്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് അവർ മാറുന്നു. ചിലർ പാമ്പിന്റെ രൂപത്തിൽ, മറ്റു ചിലർ നായയുടെ രൂപത്തിൽ, മറ്റു ചിലർ മനുഷ്യരുടെ രൂപത്തിൽ, ഇങ്ങനെ പല രൂപത്തിലായിക്കൊണ്ടും ഒരു പ്രത്യക്ഷപ്പെടുന്നു. മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ അസ്മാഉ വസ്സിഫാത്ത് എന്ന കിതാബ്. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പ്രസ്തുത കിതാബിൽ പറയുന്നൊരു സംഭവം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു കാര്യം, ലമ്മാ കാന ലൈലത്തുൽ ജിന്നി അഖ്ബല ഇഫ്രീതു മിനൽ ജിന്ന്, ജിന്നുകളുമായി സന്ധിച്ച ആ പ്രസിദ്ധമായ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിലുണ്ടല്ലോ. ആ ദിവസം ഒരു ജിന്ന് എന്റെ നേർക്ക് വന്നു. ഫി യദിഹി ശുഅലത്തുൻ മിനന്നാർ, ഒരു തീപന്തവുമായി കൊണ്ടാ വന്നത്. അങ്ങനെ വന്നപ്പോ ഫജഅല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉൽ ഖുർആൻ, ഈ ജിന്നിൽ നിന്നുള്ള അഭയത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില ആയത്തുകളൊക്കെ അങ്ങനെ ഓതിക്കൊണ്ടിരുന്നു. ഫലാ യസ്ദാദു ഇല്ലാ ഖുർബ, അങ്ങനെ ആയത്തുകൾ ഓതിയപ്പോഴും ഈ തീപന്തവുമായി കൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ജിന്ന്, ആ ഇഫ്രീത്ത് എന്നിലേക്ക് കൂടുതൽ അടുക്കുകയല്ലാതെ എന്നെ തൊട്ട് വിട്ടുപോയില്ല. ആ സമയത്ത് ഫഖാല ലഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, അലാ ഉഅല്ലിമുക കലിമാത്തിൻ തഖൂലുഹുന്ന, നിങ്ങൾ പറയേണ്ടുന്ന ചില വാക്കുകളെ ഞാൻ പഠിപ്പിച്ചു തരാം. ആ വാക്കുകൾ പറഞ്ഞാൽ ആ ജിന്നിനെ നിങ്ങൾക്ക് അകറ്റാനും ആ ജിന്നിന്റെ തീപന്തത്തെ നിങ്ങൾക്ക് കെടുത്തിക്കളയാനും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു കൊടുത്തു. അഊദു ബിവജ്ഹില്ലാഹിൽ കരീം വബികലിമാത്തില്ലാഹി താമ്മാത്തില്ലതി ലാ യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിറുൻ മിൻ ശർരി മാ യൻസിലു മിനസ് സമാ ومن شر ما يعرج فيها ومن شر ما ذرأ في الأرض ومن شر ما يخرج منها ومن شر فتن الليل والنهار ومن شر طوارق الليل ومن شر كل طارق إلا طارقا يطرق بخير يا رحمن. ഈ വാക്കുകൾ പറഞ്ഞാൽ മതി എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. ഫഖാലഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വാക്കുകളെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ആ ഇഫ്രീത്ത് പിന്തിരിഞ്ഞു പോവുകയും കയ്യിലുള്ള തീപന്തം കെട്ടുപോവുകയും ചെയ്തു എന്ന് മഹാനായ
ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അവരുടെ അൽ അസ്മാ വസ്സിഫാത്ത് എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജിന്നുമായി പിശാചുമായി സംസാരിച്ചൊരു സംഭവം പ്രസിദ്ധമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സക്കാത്ത് മുതൽ സംരക്ഷിക്കാൻ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. മഹാനവറുകൾ പറയുന്നു, ഫഅതാനി ആതിൻ ഫജഅല യഹ്സു മിന തആം. രാത്രി സമയത്ത് ഒരാൾ വന്നു, എന്നിട്ട് ഭക്ഷണം ഈ ഒരുമിച്ച് കൂട്ടിയ സക്കാത്ത് മുതലാകുന്ന ഈ ഭക്ഷണം ഇങ്ങനെ വാരിയെടുക്കാൻ തുടങ്ങി, വാരിക്കൂട്ടാൻ തുടങ്ങി. ഫഅഖതുഹു, ഇതിന്റെ കാവൽക്കാരനായിക്കൊണ്ട് എന്നെ റസൂൽ ഏൽപ്പിച്ചതാണല്ലോ. ഞാൻ ഈ സക്കാത്ത് മുതൽ കട്ടുകൊണ്ടുപോകുന്ന കൊള്ളയടിക്കുന്ന മനുഷ്യനെ ഞാൻ പിടിച്ചു. വഖുൽതു വല്ലാഹി ലഅർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിന്നെ നബി തങ്ങളുടെ സന്നിധിയിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഖാല, അപ്പൊ ഈ കക്കാൻ വേണ്ടി വന്ന സക്കാത്ത് മുതൽ കൊള്ളയടിക്കാൻ വേണ്ടി വന്ന ഈ മനുഷ്യൻ പറഞ്ഞു, ഈ വ്യക്തി പറഞ്ഞു, ഇന്നി മുഹ്താജുൻ വഅലയ്യ ഇയാലുൻ വലി ഹാജത്തുൻ ശദീദ. എനിക്ക് ഒന്നുമില്ല, ഞാനൊരു ഫഖീറാണ്, എനിക്കാണെങ്കിലോ കുടുംബവുമുണ്ട്, എനിക്കും അവരെ പോറ്റാനും എന്റെ പക്കൽ യാതൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പണിക്ക് വന്നത് എന്ന് പറഞ്ഞപ്പോ ഫഖല്ലൈതു അൻഹു, ഞാൻ ഈ മനുഷ്യന്റെ ഈ പാവത്തരം, ഈ ഫഖീറാണ്, ഒന്നുമില്ല എന്നുള്ള ഈ സങ്കടങ്ങളൊക്കെ കേട്ടപ്പോ ഞാൻ അദ്ദേഹത്തെ ഒഴിവാക്കി വിട്ടു. ഫഅസ്ബഹതു, സുബ്ഹിയായി. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബാ ഹുറൈറ മാ ഫഅല അസീറുകൽ ബാരിഹ. നബി തങ്ങൾ ചോദിച്ചു, അല്ല അബൂ ഹുറൈറ, ഇന്നലെ രാത്രി സക്കാത്ത് മുതൽ കക്കാൻ വേണ്ടി ഒരാൾ വന്നപ്പോ നീ ഒരാളെ പിടിച്ചില്ലേ, അദ്ദേഹത്തെ നീ എന്താ ചെയ്തത്? ഖാല ഖുൽതു യാ റസൂലല്ലാഹ് ശക്കാ ഹാജതൻ ശദീദ വഇയാല, വലിയ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ എന്നോട് സങ്കടമായിക്കൊണ്ട് പറഞ്ഞപ്പോ ഫറഹിംതുഹു ഫഖല്ലൈതു സബീലഹു, എനിക്ക് അദ്ദേഹത്തോട് അലിവ് തോന്നി, ഞാൻ അദ്ദേഹത്തെ ഒഴിവാക്കി വിട്ടു. ഇത് കേട്ടപ്പോ ഖാല, നബി തങ്ങൾ പറഞ്ഞു, അമാ ഇന്നഹു ഖദ് കദബക, ആ കള്ളൻ നിന്നോട് പറഞ്ഞ ആ സങ്കടങ്ങളും ആ ബുദ്ധിമുട്ടുകളൊക്കെ കളവ് പറഞ്ഞതാ. വസയഊദു, വീണ്ടും ആ കള്ളൻ വരും. ഫഅറഫ്തു അന്നഹു സയഊദു, ഓ നബി തങ്ങൾ ഇത് പറഞ്ഞപ്പോ ഞാൻ ഉറപ്പിച്ചു, ഞാൻ മനസ്സിലാക്കി, അതെ നബി തങ്ങൾ പറഞ്ഞതാണല്ലോ, തീർച്ചയായും അടുത്ത രാത്രിയിലും വരുമെന്ന് ഉറപ്പിച്ചു. സാന്ദർഭികമായി ഉണർത്തട്ടെ, അടുത്ത രാത്രിയിലും വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. വരാൻ പോകുന്നൊരു കാര്യത്തെക്കുറിച്ച് മുൻകൂട്ടി നബി തങ്ങൾ പറയുകയാണ്. വരാൻ പോകുന്നൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ, ഇത് വരാൻ പോകുന്ന, സംഭവിക്കാൻ പോകുന്ന കാര്യമല്ലേ, ഇതെങ്ങനെ നബി തങ്ങൾക്ക് പറയാൻ സാധിക്കുമെന്ന ഈ വഹാബി ചിന്ത, ഈ തലതിരിഞ്ഞ ചിന്ത, ഒന്നിൽ തുടങ്ങി എട്ടിൽ അവസാനിച്ചു നിൽക്കുന്ന ഈ ചിന്ത മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ടായില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅറഫ്തു അന്നഹു സയഊദു, നബി തങ്ങൾ പറഞ്ഞതല്ലേ, തീർച്ചയായും സംഭവിക്കും, പറഞ്ഞതുപോലെ അടുത്ത രാത്രിയിലും വരും എന്ന് ഞാൻ മനസ്സിലാക്കി. ലിഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹു സയഊദു, നബി തങ്ങളല്ലേ പറഞ്ഞത് വരുമെന്ന്, അതുകൊണ്ട് വരിക തന്നെ ചെയ്യും. ഫറസത്തുഹു, ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ഫജാഅ, പറഞ്ഞതുപോലെ വന്നു. യഹ്സു മിന തആം, ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ വാരിക്കൂട്ടാൻ തുടങ്ങി. ഫഅഖദ്തുഹു, ഞാൻ പിടിച്ചു. ഫഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു, ലഅർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോകുമെന്ന് എന്ന് പറഞ്ഞു. ഖാല, അപ്പോ ഈ കള്ളൻ പറഞ്ഞു, ദഅനി, നിങ്ങൾ എന്നെ ഒഴിവാക്കണം. ഫഇന്നി മുഹ്താജുൻ വഅലയ്യ ഇയാലുൻ ലാ അഊദു, എനിക്ക് വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ട് എന്റെ മക്കളെയും കുട്ടികളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി വേറെ വകുപ്പൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിന് വന്നത്, ഇനി ഒരിക്കലും ഞാൻ വരൂല എന്ന് പറഞ്ഞപ്പോ ഫറഹിംതുഹു, എനിക്ക് അദ്ദേഹത്തോട് അലിവ് തോന്നി. ഫഖയ്യൽതു സബീലഹു, അദ്ദേഹത്തിന്റെ വഴിക്ക് ഞാൻ വിട്ടു. ഫഅസ്ബഹതു, പിന്നീട് സുബഹിയായി. നബി തങ്ങൾ എന്നോട് ചോദിച്ചു, യാ അബാ ഹുറൈറ മാ ഫഅല അസീറുക, അല്ല ഇന്നലെ വന്ന കള്ളൻ, ആ കള്ളനെ നിങ്ങൾ പിടിച്ചു, എന്താ ചെയ്തത്? ഖുൽതു യാ റസൂലല്ലാഹ് ശക്ക ഹാജതൻ ശദീദൻ വഅയാല, കഴിഞ്ഞ രാത്രി സംഭവിച്ചതുപോലെ തന്നെ ഇന്നലും വന്നിട്ട് വലിയ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളൊക്കെ പറഞ്ഞു. ഫറഹിംതു ഫഖയ്യൽതു സബീലഹു, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അമാ ഇന്നഹു ഖദ് കദബക വസയഊദു, പറഞ്ഞത് കളവാണ്, വീണ്ടും വരും. ഫറസത്തുഹു വസ്സാലിസ,
നബി തങ്ങൾ പറഞ്ഞതുപോലെ ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മൂന്നാമത്തെ രാത്രിയിലും പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ വന്നിട്ട് ഭക്ഷണങ്ങളൊക്കെ വാരിക്കൂട്ടാൻ തുടങ്ങി. അപ്പൊ ഞാൻ പിടിച്ചു. ഫഖുൽതു ലഅർഫഅന്നക ഇലാ റസൂലില്ലാഹി വഹാദ ആഖിറു സലാസി മർറാത്ത്. ഇത് മൂന്നാം തവണയാണല്ലോ, അതുകൊണ്ട് ഇനി നിന്നെ ഒഴിവാക്കുന്ന പ്രശ്നമില്ല. അന്നക തസ്അമു ലാ തഊദു, നീ കഴിഞ്ഞ 2 രാത്രിയിലും നിന്നെ പിടിച്ചപ്പോ നീ വരൂല, ആവർത്തിക്കൂല എന്നാ പറഞ്ഞു. പക്ഷെ സുമ്മ തഊദു, പിന്നെ നീ വന്നു, അതുകൊണ്ട് ഇനി നിന്നെ ഒഴിവാക്കുന്ന പ്രശ്നമില്ല. ഖാല ദഅനി, നിങ്ങളെന്നെ ഒഴിവാക്കണം. ഉഅല്ലിമുക കലിമാത്തിൻ യൻഫഉകല്ലാഹു ബിഹാ, നിങ്ങൾക്ക് ചില വചനങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം, നിങ്ങൾക്ക് ചില വാക്കുകൾ ഞാൻ പഠിപ്പിച്ചു തരാം, നിങ്ങൾക്ക് വലിയ ഉപകാരം കിട്ടുന്ന ചില വാക്കുകളാണ്, അതുകൊണ്ട് നിങ്ങളെന്നെ ഒഴിവാക്കണേ. ചില ഇൽമുകൾ ഞാൻ നിങ്ങൾക്ക് തരാം, അതുകൊണ്ട് നിങ്ങളെന്നെ ഒഴിവാക്കണേ. ഖുൽതു, ഞാൻ ചോദിച്ചു, മാഹുവ, ഏതാ നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം? ഖാല, ഈ വന്ന കള്ളൻ പറഞ്ഞു, ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖ്റ ആയത്തുൽ കുർസി, നിങ്ങൾ ഫിറാശിലേക്ക് പോകുമ്പോ, നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോ നിങ്ങൾ ആയത്തുൽ കുർസി ഓതണം. ആയത്തുൽ കുർസി കംപ്ലീറ്റ് നിങ്ങൾ ഓതുക. ഫഇന്നക ലം യസാല അലൈക മിനല്ലാഹി ഹാഫിൾ, ഒരിക്കലും നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവൂല. അങ്ങനെ ആയത്തുൽ കുർസി ഓതിക്കൊണ്ട് നിങ്ങൾ ഉറങ്ങാൻ കിടന്നാൽ അല്ലാഹു നിങ്ങൾക്ക് ഹാഫിളായിക്കൊണ്ടുണ്ടാകും. വലാ യഖറബന്നക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ, പ്രഭാതം വരെയും പിശാച് നിങ്ങൾ അടുക്കൂല. ഫഖല്ലൈതു സബീലഹു ഫഅസ്ബഹതു, അങ്ങനെ ഇത് പറഞ്ഞപ്പോ ഈ വലിയൊരു ഇൽമാണല്ലോ എനിക്ക് പറഞ്ഞത്. ഇൽമിനോട് വല്ലാത്ത താല്പര്യവും ദാഹവുമുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഈ കാര്യം കേട്ടപ്പോ ഈ പറഞ്ഞുകൊടുത്ത ഈ മനുഷ്യനോട്, ഈ വ്യക്തിയോട് താല്പര്യം തോന്നുകയും അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്തു. സുബഹിയായി നബി തങ്ങളെ കണ്ടു. നബി തങ്ങൾ മറ്റ് 2 രാത്രികളിൽ ചോദിച്ചതുപോലെ, മാ ഫഅല അസീറുക, നിങ്ങളുടെ അസീർ എന്താ ചെയ്തത്? ഖുൽതു യാ റസൂലല്ലാഹ് സഅമ അന്നഹു യുഅല്ലിമുനി കലിമാത്തിൻ യൻഫഉനില്ലാഹു ബിഹാ, അള്ളാഹു വലിയ ഉപകാരം ചെയ്യുന്ന ചില വാചകങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറയുകയും അത് പഠിപ്പിച്ചു തരികയും ചെയ്തു. അപ്പം ഞാൻ ഒഴിവാക്കി വിട്ടുകൊടുത്തു. നബി തങ്ങൾ ചോദിച്ചു, അല്ല, എന്താ നിങ്ങൾക്ക് പഠിപ്പിച്ചത്? ഖുൽതു ഖാല ലി ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖ്റ ആയത്തുൽ കുർസി മിൻ അവ്വലിഹ, ആദ്യം മുതൽ അവസാനം വരെയും ആയത്തുൽ കുർസി ഓതണം എന്ന് പറഞ്ഞു. എന്നാൽ അള്ളാഹുവിന്റെ ഹിഫ്ള് നിങ്ങൾക്കുണ്ടാകും, പിശാച് നിങ്ങളെ അടുക്കൂല, നിങ്ങളുടെ അടുത്തേക്ക് വരൂല എന്ന് പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമാ ഇന്നഹു ഖദ് സദഖക, എങ്കിൽ അബൂ ഹുറൈറ നിങ്ങൾ മനസ്സിലാക്കണം, ആ പറഞ്ഞ കാര്യം സത്യമാണ്. പക്ഷേ വഹുവ കദൂബൻ, ആള് വല്ലാതെ കളവ് പറയുന്ന മനുഷ്യനാണെങ്കിലും ആ പറഞ്ഞ കാര്യം സത്യമാണ്. ഈ 3 രാത്രികളിലും നിങ്ങൾക്കുണ്ടായ അനുഭവം ആരോടാണെന്ന് നിങ്ങൾക്കറിയുമോ? ഖാല ലാ, അബൂ ഹുറൈറ പറഞ്ഞു, എനിക്കറിയില്ല. ഖാല ദാക ശൈത്താനുൻ, അത് പിശാചാണ്, അത് പിശാചാണ് നിങ്ങളുടെ അടുത്ത് വന്നത്, പിശാചാണ് നിങ്ങളുടെ അടുക്കൽ ഈ 3 രാത്രിയിലും വന്നിട്ടുള്ളത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിശാചിനെ കാണുന്നു, ശൈത്താനിനെ കാണുന്നു, ശൈത്താനിനെ പിടിക്കുന്നു, ശൈത്താനുമായി സംസാരിക്കുന്നു. പിശാച് ചില കാര്യങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. തീർച്ചയായും ജിന്നുകളുമായി ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നൊരു സംഭവമുണ്ട്. ബഹുമാനപ്പെട്ടവർ കാന യംഷി ബി അർളിൻ ഫലാത്തിൻ, ഒരു വിജനമായ സ്ഥലത്തുകൂടെ അങ്ങനെ നടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് ഒരു മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരു വിജനമായ സ്ഥലത്തുകൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പാമ്പ് അത് ശവമായിക്കൊണ്ട്, അത് ചത്തുകിടക്കുന്നതായിക്കൊണ്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കണ്ടു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇത് കണ്ടപ്പോ അവരുടെ തട്ടത്തിൽ നിന്നും ഒരു ചീന്തെടുത്തുകൊണ്ട് അതിനെ പൊതിയുകയും അതിനെ മറവ് ചെയ്യുകയും ചെയ്തു. ഈ പ്രവർത്തനം കഴിഞ്ഞപ്പോ ഒരു അശരീരി
എന്താ അശരീരി? യാ സറഖ് അഷ്ഹദു ലസമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ സതമൂതു ബിഅർളിൻ ഫലാത്തിൻ ഫയുകഫിനുക റജുലുൻ സാലിഹുൻ. അല്ലയോ സറഖെന്നവരെ, നിങ്ങളെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞതായിക്കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ വിജനമായ സ്ഥലത്ത് വെച്ചുകൊണ്ടായിരിക്കും മരിക്കുന്നുണ്ടാവുക, നിങ്ങളെ മറവ് ചെയ്യുക ഒരു സാലിഹായ മനുഷ്യനായിരിക്കും എന്ന് ഒരു അശരീരി ഞാൻ കേട്ടു. ഫഖാല, ഈ അശരീരി കേട്ടപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, വമൻ അൻത, ആരാണ് ഈ വിളിച്ചു പറയുന്നത്, ആരാണ് ഈ മരിച്ചു കിടക്കുന്ന ഈ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു. ഫഖാല റജുലുൻ മിനൽ ജിന്നി അല്ലദീന ഇസ്തമഉൽ ഖുർആന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മരിച്ചു കിടക്കുന്ന ഈ പാമ്പിന്റെ രൂപത്തിൽ കണ്ട ഈ മയ്യിത്ത് അത് ഒരു ജിന്നിന്റെ മയ്യിത്താണ്. ലൈലത്തുൽ ജിന്നിന്റെ ആ ദിവസത്തിൽ, ആ സമയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും പരിശുദ്ധമായ ഖുർആൻ കേട്ട ഒരു സ്വാലിഹായ മുഅ്മിനായ ജിന്നാണിത്. അന്നത്തെ ആ ജിന്ന് സമൂഹത്തിൽപ്പെട്ട ഖുർആൻ കേട്ട ആ ജിന്നുകളിൽപ്പെട്ടവരെല്ലാവരും മരിച്ചു പോയിട്ടുണ്ട്. ഈ അശരീരി കേട്ട ഈ അശരീരി പ്രകടിപ്പിച്ച ഈ ജിന്നും, ഈ വിളിച്ചു പറഞ്ഞ ഈ ജിന്നും, ഈ മരിച്ചു കിടക്കുന്ന ജിന്നും മാത്രമായിരുന്നു ശേഷിച്ചിരുന്നത്. അതിൽ ഈ സറക്കെന്ന് പറയുന്ന ഈ ജിന്ന് മരിച്ചു. ഇനി ബാക്കി ഞാൻ മാത്രമാണുള്ളത് എന്ന് ഒരു ജിന്ന് ഒരു വിളിച്ചു പറയുന്നതായിക്കൊണ്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നു. എന്താണ് സംഭവം? ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിജനമായ സ്ഥലത്തു കൂടെ നടന്നു പോകുമ്പോൾ ഒരു ചത്തുകിടക്കുന്ന ഒരു പാമ്പിനെ കാണുന്നു. ചത്തുകിടക്കുന്ന പാമ്പിനെ കണ്ടപ്പോ, സാധാരണ പാമ്പിനെ കണ്ടാൽ, സാധാരണ ഒരു പാമ്പിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ആ പാമ്പിനെ കുഴിച്ചിടലാണ് പതിവ്. എന്നാൽ മഹാനായ ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഈ ചത്തുകിടക്കുന്ന പാമ്പിനെ കണ്ടപ്പോ അവരുടെ റിദായിൽ നിന്ന് ഒരു കഷ്ണം കീറിക്കൊണ്ട് അതിനെ പൊതിയുകയും ശേഷം മറവ് ചെയ്യുകയും ചെയ്തു. ഇത് കേട്ടപ്പോഴാണ് മറ്റൊരു ജിന്നിന്റെ ശബ്ദം മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത്. എന്താണ്? ഈ കൊല്ലപ്പെട്ട പാമ്പിന്റെ രൂപത്തിൽ കിടക്കുന്ന ഈ ജിന്നിന്റെ പേര് സറക്ക് എന്നായിരുന്നു. ഈ സറക്കിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞതായിക്കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? ഇത് വിജനമായ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ടായിരിക്കും സറക്കിന്റെ മരണമുണ്ടാവുക. അങ്ങനെ സറക്ക് വിജനമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് മരിച്ചു കിടക്കുമ്പോ ആ സറക്കിനെ മറവ് ചെയ്യാൻ വേണ്ടി വരിക ഒരു സ്വാലിഹായ മനുഷ്യനായിരിക്കും. അതിതാ സത്യമായിക്കൊണ്ടും ഇവിടെ പുലർന്നിരിക്കുന്നു എന്ന് ഈ സറക്കിന്റെ കൂടെയുണ്ടായിരുന്ന മറ്റൊരു ജിന്ന് വിളിച്ചു പറയുകയാണ്. ഈ ശബ്ദം കേട്ടപ്പോഴാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, ആരാണിത്, ഇതാരുടെ മയ്യത്താണ് എന്നൊക്കെ. അപ്പോഴാണ് ആ ജിന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ഇത് ലൈലത്തുൽ ജിന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഖുർആൻ കേൾക്കാനുണ്ടായ ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു ജിന്നായിരുന്നു. അന്നുണ്ടായിരുന്ന ജിന്നുകളൊക്കെ മരിച്ചുപോയിട്ടുണ്ട്. എന്നാൽ ഞാനും ഈ സറക്ക് എന്ന പേരുള്ള ജിന്ന് മാത്രമാണ് ശേഷിച്ചിരുന്നത്. അതിലിപ്പോ സറക്ക് മരിച്ചുപോയി, ഇനി ഞാൻ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഈ സറക്ക് വിജനമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് മരിക്കുമെന്നും ഈ സറക്കിനെ മറവ് ചെയ്യുന്നുണ്ടാവുക ഒരു സാലിഹായ മനുഷ്യനായിരിക്കുമെന്നും അന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് ഈ ജിന്ന് വിളിച്ചു പറഞ്ഞതായി മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ആയിഷ റളിയല്ലാഹു അൻഹാക്കുണ്ടായ സംഭവം മഹാനായ ഖുർത്തുബി തന്നെ പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ വീട്ടിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാമ്പിനെ കണ്ടു. ആ പാമ്പ് ആയിഷ റളിയല്ലാഹു അൻഹായുടെ ഈ ഖുർആൻ പാരായണം ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. ഈ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാമ്പിനെ ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടു. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ ഈ സംഭവത്തെക്കുറിച്ച് സ്വപ്നത്തിൽ കാണുന്നു. സ്വപ്നത്തിൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹായോട് ചോദിക്കുന്നു, നിങ്ങൾ അന്ന് കൊന്നത് ഒരു മുഅ്മിനായ റജുലിനെയായിരുന്നു. നബിതങ്ങളിൽ നിന്നും ഖുർആൻ കേട്ട ഒരു മുഅ്മിനായ റജുലിനെയാണ്, മനുഷ്യനെയാണ് നിങ്ങൾ കൊന്നിട്ടുള്ളത്.
ജിന്നുകളിൽപ്പെട്ട ഒരു സാലിഹിനെയാണ് നിങ്ങൾ കൊന്നിട്ടുള്ളത് എന്ന് സ്വപ്നത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹായോട് ഒരു ജിന്ന് വന്നുകൊണ്ട് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറയുന്നു, ആ വന്ന പാമ്പ് സാലിഹായ ഒരു ജിന്നായിരുന്നു എന്നുള്ളത് ഞാൻ അംഗീകരിക്കുകയില്ല. കാരണം അതങ്ങനെ സാലിഹായ ഒരു ജിന്നായിരുന്നെങ്കിൽ ഒരിക്കലും നബി തങ്ങളുടെ കുടുംബം താമസിക്കുന്ന കാണൽ അനുവദനീയമല്ലാത്ത എന്റെ അടുത്തേക്ക് നിങ്ങൾ വരികയില്ലല്ലോ, അവർ വരികയില്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും അത് സാലിഹായ ജിന്നാണ് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹായോട് ജിന്ന് മറുപടി പറയുന്നു, മാ ദഖല അലൈക്കി ഇല്ലാ വ അൻതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ജിന്നിന്റെ മറുപടി, ഒരിക്കലും നിങ്ങളെ കാണാൻ വേണ്ടിയല്ല ഞാൻ വീട്ടിൽ വന്നത്. നിങ്ങൾ പരിപൂർണമായും ശരീരം മറച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഞാൻ അവിടേക്ക് വന്നിട്ടുള്ളത്. നിങ്ങളെ കാണാൻ വേണ്ടിയല്ല, നിങ്ങളെ ഞാൻ കണ്ടിട്ടുമില്ല. മാത്രമല്ല ഞാൻ വന്നത് നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ ആ ഖുർആൻ കേൾക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹായോട് ഈ ജിന്ന് മറുപടി പറയുകയും, ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹാക്ക് ഒരു പേടി തോന്നുകയും, ഈ പേടിയിൽ നിന്നും ഈ വിഷമത്തിൽ നിന്നുമുള്ള മോചനത്തിന് വേണ്ടി ഏതാനും അടിമകളെ വാങ്ങിക്കൊണ്ട് ആ അടിമകളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു എന്ന് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു ജിന്നുകളുടെ പിശാചുക്കളുടെ പല സംഭവങ്ങളും മനോഹരമായി മക്കായിദു ശൈത്താൻ എന്ന കിതാബിൽ വിവരിച്ചിട്ടുണ്ട്. അതിലൊരു സംഭവം ഇങ്ങനെ കാണാം. മഹാനായ യസീദ് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, മാമിൻ അഹ്ലി ബൈത്തി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ താമസിക്കുന്നൊരു വീട്, ഇല്ലാ വഫീ സഖ്ഫി ബൈത്തിഹിം, അവരുടെ വീടിന്റെ മച്ചിലുണ്ടാകും, അവരുടെ വീടിന്റെ മുകൾ ഭാഗത്തുണ്ടാകും, മിനൽ ജിന്നി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായ ജിന്നുകൾ താമസിക്കുന്നുണ്ടാകും. ഏതൊരു മുസ്ലിമിന്റെ വീട്ടിലും ഏതൊരു നല്ല മനുഷ്യന്മാരുടെ വീട്ടിന്റെ മുകൾ ഭാഗത്ത് നല്ല ജിന്നുകൾ താമസിക്കുന്നുണ്ടാകും. എന്നിട്ടോ ഇദാ വുളിഅ ഇദാഉഹും നസലു, ഈ മുസ്ലിമീങ്ങൾ അവർക്ക് കഴിക്കാൻ വേണ്ടി ഭക്ഷണം വിളമ്പി വെച്ചാൽ ഈ വീടിന്റെ മുകളിൽ താമസിക്കുന്ന ജിന്നുകൾ ഇറങ്ങി വരികയും ജിന്നുകളിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യും. അവർക്കുള്ള പാനീയങ്ങൾ വെച്ചാൽ വിളമ്പി വെച്ചാൽ ജിന്നുകൾ മുകളിൽ നിന്ന് ഇറങ്ങി വരികയും ഈ ജിന്നുകളിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യും. എന്നിട്ടോ യദ്ഫഉല്ലാഹു ബിഹിം അൻഹും, ഈ ജിന്നുകൾ വീടിന്റെ മുകൾ ഭാഗത്ത് നിന്ന് മുസ്ലിമീങ്ങളുടെ വീടിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ഇറങ്ങി വരുന്ന ജിന്നുകൾ ഭക്ഷിച്ചതുകൊണ്ടോ വെള്ളം കുടിച്ചതുകൊണ്ടോ ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അവരെ കൊണ്ട് ചില ഗുണങ്ങൾ ഈ വീട്ടുകാർക്ക് ലഭിക്കും. യദ്ഫഉല്ലാഹു ബിഹിം അൻഹും, അവർക്ക് എന്തെങ്കിലും മുസീബത്തുകൾ, ഈ വീട്ടുകാർക്ക് ഈ മനുഷ്യർക്ക് എന്തെങ്കിലും മുസീബത്തുകൾ വരാനുണ്ടെങ്കിൽ ആ മുസീബത്തുകളെ ഇവരുടെ ദുആ ഫലമായിക്കൊണ്ട് അള്ളാഹു ഒഴിവാക്കി കളയും. ഈ ജിന്നുകൾ മുസ്ലിമീങ്ങളാകുന്ന സാലിഹീങ്ങളാകുന്ന ജിന്നുകളുടെ ദുആ ഫലമായിക്കൊണ്ട് അള്ളാഹു ഒഴിവാക്കി കൊടുക്കും. എന്താണ് സംഭവം? ഒരു മുസ്ലിം വീട്ടിന്റെ മുകൾ ഭാഗത്ത് അതിന്റെ സഖഫിലായി അതിന്റെ മച്ചിലായി സാലിഹീങ്ങളായ ജിന്നുകൾ വസിക്കുന്നുണ്ടാവും. മുസ്ലിമീങ്ങൾ, താഴെ താമസിക്കുന്ന മുസ്ലിമീങ്ങൾ അവരുടെ ഭക്ഷണത്തിൽ നിന്നും അവരുടെ പാനീയത്തിൽ നിന്നും ഈ സാലിഹീങ്ങളാകുന്ന ജിന്നുകൾ കഴിക്കും. അവരെ കൊണ്ട് ഈ മുകളിൽ താമസിക്കുന്ന ജിന്നുകൾ കാരണത്താൽ താഴെ താമസിക്കുന്ന മുസ്ലിമീങ്ങൾക്ക്, മനുഷ്യർക്ക് അള്ളാഹു ഒരുപാട് ഗുണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല, നമ്മൾ സാധാരണ പ്രായം ചെന്ന ആളുകളൊക്കെ പറയാറുണ്ട്, ഉറങ്ങാൻ വേണ്ടി വിരിച്ച പായ, വിരിപ്പ് ഉറക്കത്തിന് എണീറ്റാൽ അതങ്ങനെ നിവർത്തി ഇടരുത്, അത് മടക്കി വെക്കണം. നമ്മുടെ വല്യമാരും പഴമക്കാരൊക്കെ പറയുന്ന അവരുടെയൊക്കെ സ്വഭാവത്തിൽപ്പെട്ട അവരൊക്കെ കർശനമായി വീടുകളിൽ പാലിക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യമാണ്. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്നതുപോലെ നമ്മുടെ വല്യമ്മമാരും വല്യപ്പമാരും അനുവർത്തിച്ചു വരുന്ന ഇത്തരം ശീലങ്ങൾ, ആ ശീലങ്ങളിൽ പലതിനും നല്ല അർത്ഥങ്ങളും നല്ല രഹസ്യങ്ങളും പിൻബലങ്ങളുമുണ്ട്. അതിൽപ്പെട്ടൊരു കാര്യമാണിത്.
ഒരു മനുഷ്യൻ ഉറങ്ങാൻ വേണ്ടി വിരിപ്പ് വിരിച്ചാൽ ആ വിരിപ്പിൽ താൻ കിടക്കുന്നില്ലെങ്കിൽ ആ വിരിപ്പിൽ വന്നുകൊണ്ട് പിശാച് കിടന്നുറങ്ങുമെന്ന് മഹാനായ ഇബ്നു അബി ഹാസിം റളിയല്ലാഹുവിന് പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഇബ്നു അബി ദുനിയ റളിയല്ലാഹുവിന് പറയുന്നു. മാമിൻ ഫിറാഷിൻ യകൂനി ഫീ ബൈത്തിൻ മഫ്റൂഷ ലാ യനാമു അലൈഹി അഹദുൻ. ഒരു വിരിപ്പ് അങ്ങനെ വിരിച്ച് ഇട്ടിരിക്കുന്നു. ലാ യനാമു അലൈഹി അഹദുൻ, അതിൽ ഒരാളും കിടക്കുന്നില്ല, ഒരാളും അതിൽ ഉറങ്ങുന്നില്ല. എന്നാൽ ഇല്ലാ നാമ അലൈഹി ശൈത്താൻ, അതിൽ പിശാച് കിടന്നുറങ്ങും. ഇതാണ് നമ്മുടെ വല്യമ്മമാരൊക്കെ പറയാറുള്ളത്, പ്രായം ചെന്നവരൊക്കെ പറയാറുള്ളത്, കിടക്കപ്പായി മടക്കി വെക്കുക എന്ന് പറയും. കിടക്കപ്പായി മടക്കി വെക്കുക. ഉറക്കിൽ നിന്ന് എണീറ്റ ആ പായ, ആ വിരിപ്പ് മടക്കി വെക്കുക. കാരണം ഒരു വിരിപ്പ് അങ്ങനെ ഫ്രീ ആയി കിടക്കുമ്പോൾ അതിൽ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറയുന്നു. മാത്രമല്ല, മനുഷ്യ സ്ത്രീകളെ സമീപിക്കാൻ വേണ്ടി ജിന്നുകൾ വരികയും ഫാസിഖീങ്ങളായ ജിന്നുകൾ വരികയും, അങ്ങനെ ഫാസിഖീങ്ങളായ ജിന്നുകൾ വരുമ്പോ ആ ജിന്നുകളെ തടുക്കാൻ വേണ്ടി സ്വാലിഹീങ്ങളായ ജിന്നുകൾ ഇടപെടുകയും ചെയ്യുമെന്നും ബഹുമാനപ്പെട്ട ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യ സ്ത്രീകളെ സമീപിക്കുന്നതിനു വേണ്ടി ഫാസിഖീങ്ങളായ ജിന്നുകൾ വരും. അങ്ങനെ ഫാസിഖീങ്ങളായ ജിന്നുകൾ വരുമ്പോ അവരെ പ്രതിരോധിക്കുന്നത് സ്വാലിഹീങ്ങളായ ജിന്നുകളായിരിക്കും. ധാരാളം സംഭവങ്ങൾ കിതാബുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാം. ബഹുമാനപ്പെട്ട ഹസൻ ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു റുബയ്യ റളിയല്ലാഹു അൻഹായുടെ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നു, ഞാൻ റുബയ്യ റളിയല്ലാഹു അൻഹായുടെ അടുത്ത് ചെന്ന് പല കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മഹദി അവറുകൾ പറയുന്നു, ഞാൻ എന്റെ വീട്ടിൽ ഒറ്റക്കുള്ള സമയത്ത് ഇതൻ ഷഖ്ഖ സഖ്ഫു ബൈത്തി, എന്റെ വീടിന്റെ മേൽക്കൂര പെട്ടെന്ന് അങ്ങോട്ട് പിളർന്നു. എന്നിട്ടോ ഫഹബത അലയ്യ മിൻഹു അസ്വദു, വീട്ടിന്റെ മേൽക്കൂര പെട്ടെന്ന് പിളരുകയും ആ പിളർന്ന ഭാഗത്തുകൂടി ഒരു ഒട്ടകത്തെ പോലെയുള്ള, അതല്ലെങ്കിൽ ഒരു ഹിമാറിനെ പോലെയുള്ള ഒരു കറുത്ത ഒരു ജന്തു, ഒരു സാധനം ഇങ്ങോട്ട് ഇറങ്ങി വരികയും, എന്നിട്ട് ഫദനാ മിന്നി, ആ ഒട്ടകത്തെ പോലെയുള്ള അതല്ലെങ്കിൽ ഹിമാറിനെ പോലെയുള്ള കറുത്ത ഭീകര ജീവി എന്നെ ഉദ്ദേശിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് വരികയും ചെയ്തു. പക്ഷേ ഈ ഭീകര രൂപത്തിലുള്ള ഈ ജീവി എന്നെ സമീപിക്കാൻ വേണ്ടി വന്നപ്പോ അതിന്റെ പിന്നാലെ ഒരു എഴുത്തും വരുന്നുണ്ട്. അതിന്റെ പിന്നാലെ ഒരു എഴുത്തും, ഒരു സഹീഫ, ഒരു എഴുത്തും ഇങ്ങനെ പിന്തുടരുന്നുണ്ട്. ഞാൻ ആ എഴുത്ത് പെട്ടെന്ന് എടുത്തു. എന്നിട്ട് ഞാൻ ആ എഴുത്ത് ഉറക്കങ്ങോട്ട് വായിച്ചു. ആ എഴുത്ത് ഉറക്കെ വായിച്ചപ്പോ ആ എഴുത്തിലുള്ളത് എന്താ? ആ എഴുത്തിലുള്ളത് റബ്ബിന്റെ പക്കൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പ് പോലെയുള്ളൊരു വചനമാണ്. എന്താ വചനം? ലാ സബീല ലക ഇലൽ മർഅത്തി സ്വാലിഹ ബിൻതി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ മകളാകുന്ന, സ്വാലിഹീങ്ങളുടെ പുത്രിയാകുന്ന ഈ സ്വാലിഹത്തായ സഹോദരിയിലേക്ക് നിനക്കൊരു മാർഗവുമില്ല, ഒരിക്കലും ഈ സഹോദരിയെ നിനക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന തരത്തിലുള്ള ഒരു എഴുത്താണ്. ഇത് ഞാൻ ഉറക്കങ്ങോട്ട് വായിച്ചു. ഇത് കേട്ടപ്പോ ഫറജഅ മിൻ ഹൈസു ജാഅ വഅന അൻദുറു ഇലൈഹി, ഞാൻ ഈ ഉറക്ക ഈ എഴുത്ത് പിടിച്ച് ഈ സഹീഫത്ത് ഇങ്ങോട്ട് എടുത്ത് ഇതങ്ങോട്ട് തുറന്ന് ഉറക്കണ് വായിച്ചപ്പോൾ ഫറജഅ മിൻ ഹൈസു ജാഅ വഅന അൻദുറു ഇലൈഹി, ഈ ഭീകരജീവി ഏതൊരു ഭാഗത്തുകൂടിയാണോ എന്റെ അടുത്തേക്ക് വന്നത് ആ ഭാഗത്തുകൂടെ തന്നെ തിരിച്ചുപോയി. വഅന അൻദുറു ഇലൈഹി, ഈ സംഭവങ്ങളൊക്കെ ഞാൻ നേരിൽ കാണുകയാണ്. എന്താണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്? മനുഷ്യ സ്ത്രീകളെ ഫാസിഖീങ്ങളായ പിശാചുക്കൾ സമീപിക്കും, ജിന്നുകൾ സമീപിക്കും. അങ്ങനെ സമീപിക്കുമ്പോൾ അതിൽ മനുഷ്യ സ്ത്രീകൾക്ക് രക്ഷക്കായിക്കൊണ്ട് സ്വാലിഹീങ്ങളായ ജിന്നുകൾ ഇടപെടുകയും ചെയ്യും. ധാരാളം സംഭവങ്ങൾ, ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. പിശാചിന് അബുൽജാൻ
അബുൽജാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പിശാചാണല്ലോ, ഇബ്ലീസാണല്ലോ. ഇബ്ലീസിന് 5 മക്കളുണ്ട്. ഈ 5 മക്കൾക്കും വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. ഒരു മകന്റെ പേര് സുബുർ എന്ന, മറ്റൊന്ന് അഅ്ബർ, മസൂത്ത്, ദാസിം, സലംബൂർ. ഇങ്ങനെ 5 മക്കളാണ് ഇബ്ലീസിനുള്ളത്. ഓരോരുത്തർക്കും പ്രത്യേക ഡ്യൂട്ടിയാണ്. ഓരോരുത്തരും അവരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളും അവർക്ക് പ്രത്യേക ഡ്യൂട്ടി. സുബുറിന്റെ ഡ്യൂട്ടി എന്താ? ഫഹുവ സാഹിബുൽ മുസീബാത്ത്. എല്ലാ മുസീബത്തുകളും എല്ലാ പ്രയാസങ്ങളും മനുഷ്യരിൽ ഒരു കുടുംബത്തിലുണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അഅ്ബർ എന്ന് പറയുന്ന ഇബ്ലീസിന്റെ ആ പുത്രന്റെ ജോലി എന്താ? സാഹിബുസ്സിന അല്ലദീ യഅ്മുറു ബിഹി. വ്യഭിചാരത്തിലേക്ക് പ്രേരിപ്പിക്കുക. ഇതാണ് അഅ്ബർ എന്ന പിശാചിന്റെ ജോലി. മസൂത്ത് എന്ന പിശാച് എന്താ ചെയ്യുക? സാഹിബുൽ കദിബ്, കളവ് പ്രചരിപ്പിക്കും. ഈ കളവ് പ്രചരിപ്പിക്കൽ എങ്ങനെ? ഇത് മഹാനായ ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. ഒരാളിങ്ങനെ നടന്നു പോകുമ്പോ വഴിയിൽ വെച്ചുകൊണ്ട് മറ്റൊരാളെ കണ്ടുമുട്ടും. വഴിയിൽ വെച്ചുകൊണ്ട് മറ്റൊരാളെ കണ്ടുമുട്ടുമ്പോ ഈ വഴിയിൽ വെച്ചുകൊണ്ട് കാണപ്പെടുന്ന മനുഷ്യൻ അപരിചിതനാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്, അദ്ദേഹത്തിന്റെ നാടേതാണ്, ഇതൊന്നും അറിയില്ല. ഈ അപരിചിതനായ മനുഷ്യൻ ഈ വഴിയിലൂടെ നടന്നു പോകുന്ന ഈ മനുഷ്യനോട് എന്തൊക്കെ ചില കാര്യങ്ങൾ പറയും. ഇന്നാലിന്നാള് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ആമുഖങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും. ഇത് കേട്ട ഈ മനുഷ്യനോ, ഈ അപരിചിതനായ മനുഷ്യൻ പറഞ്ഞു കൊടുത്ത കാര്യം വലിയ താല്പര്യം തോന്നുകയും അത്ഭുതം ജനിപ്പിക്കുകയും ചെയ്യും. ഈ അപരിചിതനായ മനുഷ്യനാണ്, നാടേതാണ്, പേരെന്താണ്, ഈ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ വഴിക്ക് വെച്ച് പരിചയപ്പെട്ട ഒരു അപരിചിതൻ ഏതോ ഒരു മനുഷ്യനെ കുറിച്ച് തന്റെ സംസാരത്തിൽ എന്തൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങൾ കേട്ടപ്പോഴോ കേട്ട ഈ മനുഷ്യന് വലിയ താല്പര്യം, വലിയ അത്ഭുതം. ഈ മനുഷ്യൻ അങ്ങനെ പോയിട്ട് കാണുന്ന ആളുകളോടൊക്കെ ഈ വഴിക്ക് വെച്ചുകൊണ്ട് ഈ അപരിചിതനായ മനുഷ്യൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അങ്ങനെ പറയും. എന്താണ് ഇവിടെ സംഭവം? വഴിയിലൂടെ നടന്നു പോകുന്ന ഈ മനുഷ്യൻ കണ്ട അപരിചിതൻ യഥാർത്ഥത്തിൽ മനുഷ്യനല്ല. അദ്ദേഹം മസൂത്ത് എന്ന പേരുള്ള പിശാചാണ്. ഈ മസൂത്ത് എന്ന പേരുള്ള പിശാച് മനുഷ്യരൂപത്തിൽ ഈ വ്യക്തിയുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ തന്റെ മനസ്സിൽ ഇടം പിടിക്കുന്ന രീതിയിൽ തന്റെ സഹോദരനെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ മറ്റേതെങ്കിലും വ്യക്തികളെക്കുറിച്ചോ എന്തൊക്കെ ചില വാർത്തകൾ പറഞ്ഞു കൊടുക്കുകയും കള്ളം ഇല്ലാത്ത വാർത്തകൾ പറഞ്ഞു കൊടുക്കുകയും ഈ കേട്ട മനുഷ്യന് ഈ വാർത്തകളൊക്കെ വലിയ താല്പര്യമായി അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളായി തോന്നുകയും അങ്ങനെ കാണുന്ന ആളുകളോടൊക്കെ ഇത് പറയുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇത് കളവാണിത്. ഈ കളവങ്ങനെ ഈ മനുഷ്യൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് മസൂത്ത് എന്ന പേരിലുള്ള പിശാചിന്റെ പുത്രന്റെ കളവ് പ്രചരിപ്പിക്കുന്ന രൂപമെന്ന് പറയുന്നു. പിന്നെ മറ്റൊന്ന് ദാസിം അല്ലദീ യദ്ഖുലു മഅ റജുലി ഇലാ അഹ്ലിഹി. ഒരു മനുഷ്യൻ, ഒരു കുടുംബനാഥൻ, ഒരു ഭർത്താവ്, ഒരു ഉപ്പ തന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ആ ഭർത്താവിന്റെ കൂടെ, ആ ഉപ്പയുടെ കൂടെ, ആ കുടുംബനാഥന്റെ കൂടെ ഈ പിശാചും കടന്നു ചെല്ലും. ദാസിം എന്ന് പറയുന്ന ഈ പിശാചും കടന്നു ചെല്ലും. എന്നിട്ടോ തന്റെ ഭാര്യയുടെ ചില കുറവുകൾ, ഭാര്യയുടെ ചില പോരായ്മകൾ ഇയാളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ കയറി ചെല്ലുന്ന ഭർത്താവ്, ഈ പിതാവ് ഉദ്ദേശിച്ച രൂപത്തിൽ ഒരുപക്ഷെ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് വൃത്തി കാണുകയില്ല. ഭാര്യയ്ക്കെന്തോ തിരക്കിൽപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാരീരികമായി പ്രയാസങ്ങളുള്ളതുകൊണ്ട്, ക്ഷീണങ്ങളുള്ളതുകൊണ്ട്, മറ്റെന്തെങ്കിലും തടസ്സങ്ങളുള്ളതുകൊണ്ട് വൃത്തിയാക്കാൻ വിട്ടുപോയതായിരിക്കും. പക്ഷെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഭർത്താവ്, ഈ ഉപ്പ, അദ്ദേഹം ആദ്യമായിക്കൊണ്ട് കാണുന്നത് വൃത്തികേടായി കിടക്കുന്ന ഈ ഭാഗമായിരിക്കും. ശ്രദ്ധ ആ ഭാഗത്തേക്ക്, തന്റെ കാഴ്ച ആ ഭാഗത്തേക്ക് പോകുന്നു. ഇതിന്റെ ബാക്കിൽ, ഇതിന്റെ പിന്നിൽ പണിയെടുത്തത് ദാസിം എന്ന് പറയുന്ന പിശാചാണ്. ഭക്ഷണത്തിൽ എന്തോ ഒരു കല്ല്, അതല്ലെങ്കിൽ മുടി,
ഭക്ഷണത്തിൽ മുടി അതൊരിക്കലും മനഃപൂർവ്വം വീട്ടിലുള്ള സഹോദരിമാർ, ഉമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും സഹോദരിമാരാണെങ്കിലും ഭക്ഷണത്തിൽ മനഃപൂർവ്വം മുടി ഇടൂല. അത് മറന്നുകൊണ്ടോ എങ്ങനെയെങ്കിലും സംഭവിക്കുന്നതായിരിക്കാം. പക്ഷേ ഈ മനുഷ്യന് ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുമ്പോ ഇത് കൃത്യമായിട്ട് എത്ര കാഴ്ചക്കുറവുള്ള മനുഷ്യനാണെങ്കിലും ഇത് കൃത്യമായിക്കൊണ്ട് ഈ മുടി ശ്രദ്ധയിൽപ്പെടുന്നു. മുടി ശ്രദ്ധയിൽപ്പെടുന്നു എന്ന് മാത്രമല്ല, ഇത് എന്റെ ഉമ്മ കൊണ്ടുവന്ന ഭക്ഷണമാണല്ലോ, എന്റെ സഹോദരി അതല്ലെങ്കിൽ എന്റെ ഭാര്യ, അതൊരിക്കലും മനഃപൂർവ്വം അവർ ചെയ്യുന്നതല്ല, അവരുടെ ശ്രദ്ധ കുറവ് കൊണ്ടല്ല. അവർ ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സഹിച്ച് വീട്ടുജോലി ചെയ്ത് മക്കളെ നോക്കി വീട് വൃത്തിയാക്കി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന അവർ ഒരിക്കലും ഇത് മനഃപൂർവ്വം ചെയ്യുകയില്ല. അവർ അറിയാതെ സംഭവിച്ചതായിരിക്കും എന്നുള്ള ഈ മനസ്സ് ഇദ്ദേഹത്തിന് വരികയില്ല. ഇത് കണ്ടതിന്റെ പേരിൽ അദ്ദേഹം ദേഷ്യം പിടിക്കുകയും സംസാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇവിടെ ഈ പ്രവർത്തനത്തിന്റെ പിന്നിൽ പണിയെടുത്തതും ദാസിം എന്ന് പറയുന്ന പിശാചാകുന്നു. മറ്റൊന്ന് ജലംബൂർ എന്നു പേരുള്ള പിശാചാണ്. ജലംബൂർ എന്നു പേരുള്ള പിശാജ് സാഹിബ് സൂഖ്. പിശാജിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അങ്ങാടികളാണ്, ടൗണുകളാണ് പിശാജിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. പിശാജിന് ഏറ്റവും ദേഷ്യമുള്ള സ്ഥലം അള്ളാഹുവിന്റെ ഭവനങ്ങൾ, പള്ളികൾ. ഓരോ അങ്ങാടിയിലും ഏറ്റവും നേരത്തെ പോയിക്കൊണ്ട് പിശാജിന്റെ കൊടി സ്ഥാപിക്കും. പിശാജ് അദ്ദേഹത്തിന്റെ പതാക ഉയർത്തും ഓരോ അങ്ങാടിയിലും. ഓരോ ദിവസവും ഏറ്റവും നേരത്തെ പോയിക്കൊണ്ട് ആളുകൾ ചെല്ലുന്നതിന്റെ പിശാജ് തന്റെ ആധിപത്യം ഉറപ്പിക്കും. ഏതൊരങ്ങാടിയിലും ആദ്യമായിക്കൊണ്ട് ചെന്നുകൊണ്ട് തന്റെ പതാക സ്ഥാപിക്കുന്നത് ജലംബൂർ എന്നു പേരുള്ള പിശാജായിരിക്കും. ഇങ്ങനെ 5 തരം മക്കളെ മഹാന്മാരായ അയിമ്മത്ത് അബുൽ ജാനാകുന്ന ഇബ്ലീസിന് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ തന്നെ വീണ്ടും വിശദീകരിക്കുന്നു. ഓരോ ദിവസവും രാവിലെ സമയത്ത് അബുൽ ജാൻ അഥവാ ജിന്നുകളുടെ നേതാവ്, ജിന്നുകളുടെ ആദ്യത്തെ ജിന്ന് ഇബ്ലീസ് തന്റെ മക്കളെ മുഴുവൻ, തന്റെ അനുയായികളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുകയും എന്നിട്ട് ഒരു പ്രഖ്യാപനമാണ്. എന്താ പ്രഖ്യാപനം? ഒരു ഓഫർ. എന്താ ഓഫർ? മൻ അളല്ല മുസ്ലിമൻ അൽബസ്തുഹു താജ. ഇന്ന് ആരാണോ ഒരു മുസ്ലിമിനെ പഴപ്പിക്കുന്നത് അവർക്ക് ഞാൻ വലിയ കിരീടം വെച്ചു തരും. അപ്പൊ ഒരു പിശാച് പറയും, ആ സദസ്സിൽ നിന്ന് തന്റെ ഒരു അനുയായി എണീറ്റ് നിന്നുകൊണ്ട് പറയും, ഇന്ന് ഒരു ഭർത്താവിനെയും ഭാര്യയെയും തമ്മിൽ ഞാൻ പിണക്കിയിട്ട് ആ ഭർത്താവിനെ കൊണ്ട് തന്റെ ഭാര്യയെ ഞാൻ തലാക്ക് ചൊല്ലിക്കും. ഇത് കേൾക്കുമ്പോ അബുൽജാന് പറയും, ഇബ്ലീസ് പറയും, ഓ അതൊന്നും അത്ര വലിയ കാര്യമല്ല. ഒരു ഭർത്താവ് ഭാര്യയെ തലാക്ക് ചെല്ലുന്നെങ്കിൽ ആ ഭർത്താവിനെ തന്നെ വീണ്ടും ആ ഭാര്യയെ തിരിച്ചെടുക്കാമല്ലോ, ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നീ പറഞ്ഞ കാര്യം അത്ര വലിയ കാര്യമൊന്നുമല്ല. അപ്പൊ അടുത്ത ശൈത്താനിന്റെ പ്രഖ്യാപനം വരുന്നു, ഇന്ന് ഞാൻ ഒരു മനുഷ്യനെ കൊണ്ട് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ ഞാൻ പ്രയാസപ്പെടുത്തിക്കും. അപ്പൊ പ്രയാസിന്റെ പ്രതികരണം, ഇബ്ലീസിന്റെ പ്രതികരണം, അതും അത്ര വലിയ കാര്യമൊന്നുമല്ല. ഒരു മകൻ ഒരു മകൾ തന്റെ ഉമ്മയെ ഉപ്പയെ പ്രയാസപ്പെടുത്തുന്നു എങ്കിൽ അടുത്ത സമയത്ത് തന്നെ ആ മകൻക്ക് മകൾക്ക് ഉമ്മാനെ കൊണ്ട് പൊരുത്തപ്പെടിയിക്കാം, ഉപ്പാനെ കൊണ്ട് പൊരുത്തപ്പെടിയിക്കാം. തീർച്ചയായും മക്കൾക്ക് ഉമ്മയും ഉപ്പയും പൊരുത്തപ്പെട്ടു കൊടുക്കുകയും ചെയ്യും. അപ്പൊ അതും നീ പറഞ്ഞ ആ കാര്യവും അത്ര വലിയ കാര്യമൊന്നുമല്ല. അപ്പൊ മറ്റൊരു പിശാച് പറയുന്നു, എന്നാൽ ഒരു മനുഷ്യൻ ഞാൻ പഴപ്പിക്കും. എങ്ങനെ പഴപ്പിക്കുക? സിനയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് ഞാൻ പഴപ്പിക്കും. ഓ, ഇത് കേൾക്കുമ്പോ ഇബ്ലീസിന്റെ മറുപടി, അന്ത നീ പറഞ്ഞതൊരു കാര്യമാണ്, അതൊരു നല്ല കാര്യമാണ്. അപ്പൊ മറ്റൊരു പിശാചിന്റെ ജിന്നിന്റെ ശൈത്താനിന്റെ അടുത്ത പറച്ചിൽ എന്താ? ഇന്ന് ഞാനൊരു മുസ്ലിമിനെ പഴപ്പിക്കും, അവനെ കൊണ്ട് ഞാൻ കള്ളു കുടിപ്പിക്കും. അപ്പോഴും അബുൽജാനിന്റെ ഇബ്ലീസിന്റെ പ്രഖ്യാപനം അന്ത, അതും ഒരു നല്ല കാര്യമാണ്. മറ്റൊരു ശൈത്താൻ പറയും, ഇന്ന് ഞാനൊരു മുസ്ലിമിനെ പഴപ്പിക്കും, 2 മുസ്ലിമീങ്ങൾക്കിടയിൽ ഞാൻ പ്രശ്നമുണ്ടാക്കുകയും അങ്ങനെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊല ചെയ്യുന്ന അവസ്ഥ ഞാൻ ഉണ്ടാക്കും. ഇത് കേൾക്കുമ്പോൾ ഇബ്ലീസിന് വല്ലാത്ത സന്തോഷം.
അന്ത അന്ത, നീയാണ് നല്ല കുട്ടി, നീയാണ് ഏറ്റവും നല്ല കുട്ടി എന്ന രൂപത്തിൽ ഇബ്ലീസ് അതിനെ ശരിവെക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിന്റെ ഇത്തരം ദുർബോധനങ്ങളിൽ നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും അല്ലാഹു കാവൽ നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുപോലെ തന്നെ മഹാന്മാരായ സഹാബിമാർ പ്രത്യേകം പറഞ്ഞൊരു വിഷയമാണ്. ഇബ്ലീസ് ഒരു പിശാചിനെ കുറിച്ച് പറയും. ഇബ്ലീസ് പിശാച് സ്ത്രീകളെ കുറിച്ച് പറയുന്ന ഒരു വചനമുണ്ട്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിശാച് ഇബ്ലീസ് സ്ത്രീകളെ കുറിച്ച് പറയുന്ന ഒരു സ്ത്രീയോട് പിശാച് വന്നുകൊണ്ട് പറയും, അന്തി നിസ്ഫു ജുന്ദി വ അന്തി സഹ്മി, എന്റെ സൈന്യത്തിന്റെ പകുതി നീയാണ്, സാലിഹീങ്ങളെ അമ്പ് ചെയ്യാനുള്ള അമ്പാണ് നീ. അന്തി മൗദുഉ സിർരി, നീയാണ് എന്റെ രഹസ്യം. വ അന്തി റസൂലി ഫി ഹാജത്തി, എന്റെ എന്താവശ്യത്തിലും നിന്നെയാണ് ഞാൻ ഉപയോഗിക്കുക. ഈ പറഞ്ഞ വാക്കുകളുടെ ഗൗരവം അല്ലാഹു നമ്മെ കാക്കട്ടെ. മഹാന്മാരായ സഹാബിമാരിൽ പലരും പറയുന്നു, ഒരു പിശാച് പെണ്ണിനോട് പറയുന്നു, നീ എന്റെ സൈന്യത്തിന്റെ, എന്റെ പട്ടാളത്തിന്റെ പകുതിയാണ്, ഞാൻ എന്ത് കാര്യം ഉദ്ദേശിക്കുന്നതെങ്കിലും അത് നടപ്പാക്കുക നിന്നിലൂടെയാണ്, നീയാണ് എന്നെ സഹായിക്കുന്നവർ. വാന്തി സഹിമി, ഞാനൊരു നല്ല മനുഷ്യനെ അമ്പ് ചെയ്ത് പരാജയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ അമ്പായിക്കൊണ്ട് ഞാൻ ഉപയോഗിക്കുക നിന്നെയാണ്. എന്റെ രഹസ്യങ്ങളുടെ, എന്റെ സർവ രഹസ്യങ്ങളുടെയും സൂക്ഷിപ്പ് നിന്നിലായിരിക്കും. അന്തി റസൂലി ഫി ഹാജത്തി, എന്റെ ആവശ്യങ്ങളൊക്കെ നടപ്പാക്കാനുള്ള ദൂതനായിക്കൊണ്ടാണ് ഞാൻ നിന്നെ കാണുന്നത്. പെണ്ണൊരുമ്പെട്ടാൽ എന്ന് സാധാരണ പറയാറുണ്ടല്ലോ. അതെ, ഒരു പിശാച് മനുഷ്യനെ പഴപ്പിക്കാൻ, സാലിഹീങ്ങളെ പഴപ്പിക്കാൻ പിശാച് തെരഞ്ഞെടുക്കുന്ന മാർഗം ഇങ്ങനെ വൃത്തികേടുമായി കൊണ്ട് നടക്കുന്ന, അള്ളാഹുവിനെ പേടിക്കാതെ നടക്കുന്ന സ്ത്രീകളാകുന്നു. ഇത്തരം സ്ത്രീകളോട് പിശാചിങ്ങനെ പറയുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് പിശാചിന്റെ ദുർബോധനം ഈ രൂപത്തിലാകുമെന്നും, അങ്ങനെ ആ സ്ത്രീയിലൂടെ സാലിഹീങ്ങളെ, നല്ല മനുഷ്യന്മാരെ, ഈമാനിൽ ദുഅഫുള്ളവരെ പഴപ്പിക്കാൻ ഇബ്ലീസിന് സാധിക്കുമെന്നും. എന്നാൽ നല്ല മനുഷ്യന്മാർക്ക് ഇതിനെ കണ്ടെത്താൻ സാധിക്കും. മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളുടെ സംഭവത്തിൽ, പല മഹാന്മാരുടെയും സംഭവത്തിലുണ്ടല്ല പഴപ്പിക്കാൻ വന്ന ഇബ്ലീസിനെ ആട്ടി പായിപ്പിച്ച് തട്ടി മാറ്റിയ സംഭവങ്ങളൊക്കെ. ഒറ്റ സംഭവം മാത്രം ഞാൻ പറയാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ ഹൻബല റളിയല്ലാഹു അൻഹു, മലക്ക് വസീലുൽ മലായിക എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ സഹാബിയാണ്. വസീലുൽ മലായിക, മലക്കുകൾ കുളിപ്പിച്ച മഹാനായ സഹാബിയാണ്. മഹാനവറുകളെ മലക്കുകൾ അവരുടെ വഫാത്തിന് ശേഷം മലക്കുകൾ കുളിപ്പിച്ചു. വസീലുൽ മലായിക എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ സഹാബി. ഈ സഹാബി ഒരിക്കൽ പിശാചിനെ കണ്ടു മനുഷ്യരൂപത്തിൽ കണ്ട ഈ പിശാചിനെ പിശാചാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. സംഭവം ബഹുമാനപ്പെട്ട ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു തന്നെ വിശദീകരിക്കുന്നു. ബഹുമാനപ്പെട്ട ഒരു പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അപരിചിതനായ മനുഷ്യനെ വഴിക്ക് വെച്ച് കണ്ടു. ഈ അപരിചിതനായ മനുഷ്യൻ ചോദിച്ചു, അല്ല, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അല്ല, എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നെ നിങ്ങൾക്കറിയില്ലേ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹൻബല റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോ ഉടനെ തന്നെ മഹാനവറുകളുടെ മറുപടി, അന്ത ശൈത്താൻ, അതെ, നിന്നെ എനിക്ക് ശരിക്കും അറിയാം, നീ ശൈത്താനാണ്. നിന്നെ എനിക്ക് ശരിക്കും അറിയും, നീ പിശാചാണ്, നീ ശൈത്താനാണ്. അപ്പൊ അടുത്ത ചോദ്യം, ഫകൈഫ അലിംതദാക, ഞാൻ പിശാചാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹൻബല റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ വലിയ ദിക്റിലായിക്കൊണ്ടായിരുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള വലിയ ചിന്തയിലാണ് ഞാൻ ഇറങ്ങിയത്. നിന്നെ കണ്ടപ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള എന്റെ ചിന്തകളൊക്കെ എന്റെ മനസ്സിൽ നിന്ന് മാറാൻ അത് കാരണമായി. തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നു, ഇങ്ങനെ
എന്റെ മനസ്സിനെ, എന്റെ ഹൃദയത്തെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ പിശാചല്ലാതെ മറ്റാരുമല്ല. പിശാചല്ലാതെ മറ്റാരുമല്ല. അതുകൊണ്ട് നീ പിശാച് തന്നെയാണ്. മഹാന്മാരായ ആളുകൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പലരുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് നിന്നിൽ ഞാൻ കുഫ്ർ കാണുന്നു, നിന്നിൽ ഞാൻ വലാലത്ത് കാണുന്നു എന്ന് പറഞ്ഞതായിക്കൊണ്ടുള്ള സംഭവങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണല്ലോ. ഇത് മഹാന്മാരുടെ പ്രത്യേകതയാണ്. മുഖത്ത് നോക്കി ആ മനുഷ്യൻ ആരാണ്, എന്താണ്, ആ മനുഷ്യൻ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് അള്ളാഹു നൽകിയ നൂറ് കൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹൻദല റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ പിശാചാണ്. ഇങ്ങോട്ട് ചോദിക്കുക, അല്ല ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഉടനെ തന്നെ മഹാനവറുകളുടെ മറുപടി, നീ പിശാചാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ വലിയ ചിന്തയിലായിരുന്നു അള്ളാഹുവിനെ കുറിച്ചുള്ള. നിന്നെ കണ്ടതോടുകൂടി ആ ചിന്ത എന്റെ മനസ്സിൽ നിന്ന് അത് തടസ്സമായി, അത് നീങ്ങി. അതുകൊണ്ട് ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിനെ തടമാകുന്നവർ പിശാച് തന്നെയാണ്. അതുകൊണ്ട് നീ പിശാച് തന്നെയാകുന്നു. ഈ കണ്ടുമുട്ടിയ വഴിക്ക് വെച്ചുകൊണ്ട് കണ്ട ഈ പിശാച് താൻ പിശാചാകുന്നു എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഹൻദല റളിയല്ലാഹുവിന് പറഞ്ഞ് അതിനെ നിഷേധിച്ചില്ല. ഈ പിശാചിന്റെ അടുത്ത വിദ്യ എന്താണെന്നറിയോ? ഓ എങ്കിൽ അബ്ദുല്ല നിങ്ങൾ കേട്ടോ, നിങ്ങളിങ്ങനെ ദിക്റിലും ഫിക്റിലുമായി കൊണ്ട് പോകുമ്പോ വഴിക്ക് വെച്ചുകൊണ്ട് ഏതെങ്കിലും പിശാചുക്കൾ നിങ്ങളെ പ്രയാസപ്പെടുത്താതിരിക്കാൻ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പഠിപ്പിച്ചു തരാം. ആ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്കൊരിക്കലും ഇങ്ങനെ വഴിക്ക് വെച്ചുകൊണ്ട് എന്തെങ്കിലും തടസ്സങ്ങൾ കാരണത്താൽ, എന്തെങ്കിലും വഴിക്ക് വെച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളുള്ള കാരണത്താൽ നിങ്ങളുടെ ദിക്റിനും ഫിക്റിനും അത് തടസ്സമാവുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരാം. വഴിക്ക് വെച്ചുകൊണ്ട് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടുകൊണ്ട് ദിക്റിലായിക്കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലായിക്കൊണ്ട് നിങ്ങളിങ്ങനെ മുഴുകിയിരിക്കുമ്പോ, നിങ്ങൾ നടക്കുമ്പോ ഇങ്ങനെ പിശാചിനെ കണ്ട് നിങ്ങളുടെ ആ ചിന്ത നഷ്ടപ്പെടാതിരിക്കാൻ, നിങ്ങൾക്ക് തടസ്സമാവാതിരിക്കാൻ നിങ്ങൾക്കൊരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഹൻദല റളിയല്ലാഹു അൻഹുവിനോട് ഈ പിശാച് പറഞ്ഞപ്പോ മഹാനവറുകളുടെ മറുപടി, ലാ ഹാജത ലീ ബിഹി, എനിക്കതിന്റെ ആവശ്യമില്ലട്ടോ, എനിക്കതിന്റെ ആവശ്യമില്ലട്ടോ, എനിക്കതിന്റെ ആവശ്യമില്ല. അപ്പൊ പിശാചിന്റെ മറുപടി എന്താ അറിയോ? അബ്ദുല്ലാഹ് ഇബ്നു ഹൻദല റളിയല്ലാഹുവിനോട്, തൻളുർ ഫഇൻ കാന ഖൈറൻ ഖബിൽത വഇൻ കാന ശർറൻ. അബ്ദുല്ലാഹ് ഇബ്നു ഹൻദല, നിങ്ങൾ പെട്ടെന്ന് അങ്ങനെ മറുപടി പറയല്ലേ. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. എന്നിട്ടത് ഖൈറാണെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചാൽ മതി, ഷർറാണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിക്കോ. എന്നാലും ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്കൊന്ന് കേൾക്കാമല്ലോ. ഈ പിശാച് അബ്ദുല്ലാഹ് ഇബ്നു ഹൻദല റളിയല്ലാഹുവിനോട് പറയുന്നു, നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഫിക്റിന് തടസ്സമാകുന്ന തരത്തിൽ പിശാച് നിങ്ങളിൽ ഇടപെടാതിരിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞപ്പോ മഹാനവറുകളുടെ മറുപടി, എനിക്കതിന്റെ ആവശ്യമില്ല. പിശാച് പറയുന്നു, നിങ്ങൾക്കതിന്റെ ആവശ്യമില്ല എന്ന് അങ്ങനെ അങ്ങോട്ട് പറയല്ലേ. ഞാൻ ഈ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങളൊന്ന് കേൾക്കാൻ തയ്യാറാവുക. എന്നിട്ട് നിങ്ങൾക്കത് പറ്റുമെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചാൽ മതി, പറ്റൂലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിക്കോ. പിശാചിന്റെ മറുപടി. അബ്ദുല്ലാഹ് ഇബ്നു ഹൻദല റളിയല്ലാഹു അൻഹു ശക്തമായി കൊണ്ട് പ്രതികരിച്ചു, എനിക്ക് നിന്റെ പക്കൽ നിന്ന് കേൾക്കുന്ന ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ശ്രോതാക്കളെ, ഇവിടെ നമുക്ക് വലിയ പാഠമുണ്ട്. പല രക്ഷിതാക്കളും പല സഹോദരന്മാരും പല ക്ലാസുകളും പ്രസംഗങ്ങളും കേൾക്കാൻ പോകും. എന്നിട്ട് പറയും, ഖുർആനല്ലേ പറയുന്നത്, കേൾക്കാമല്ലോ, നല്ല കാര്യങ്ങളല്ലേ പറയുന്നത്. അവർക്ക് ഏതെങ്കിലും വ്യത്യസ്ത ആശയങ്ങളൊക്കെ ഉണ്ടാവാം. മഹാന്മാരായ ഉലമാഇനെ ആക്ഷേപിക്കുന്ന, അഇമ്മത്തിനെ ആക്ഷേപിക്കുന്ന വഹാബികളുടെ, ജമാഅത്തുകാരുടെ, തബ്ലീഗുകാരുടെ, തരീഖത്തുകാരുടെ ഒക്കെ പ്രസംഗങ്ങളും ക്ലാസുകളിലും പങ്കെടുക്കാൻ പോകും. എന്നിട്ട് പറയും, അതിന് ന്യായം അവർ കണ്ടെത്തും. ഓ, അവര് നല്ലതല്ലേ പറയുന്നത്. നമ്മൾ ആ തർക്കമുള്ള വിഷയങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കണില്ല. അവർ നമ്മൾ തമ്മിൽ തർക്കമുള്ള വിഷയങ്ങളൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കണില്ല. എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ആ നല്ല കാര്യം മാത്രമേ ഞങ്ങൾ കേൾക്കണുള്ളൂ, അത് മാത്രമേ ഞങ്ങൾ എടുക്കണുള്ളൂ. അതിനിപ്പോ എന്താ കുഴപ്പം?
തെരീക്കത്തുകാരെ ക്ലാസ്സിനൊക്കെ പോയിട്ട് അവർ പറഞ്ഞതാ, ആ നല്ല കാര്യങ്ങൾ, തർക്കമുള്ള ഭാഗങ്ങളൊന്നും ഞങ്ങൾ സ്വീകരിക്കണില്ല, നല്ല കാര്യങ്ങൾ മാത്രം. അതുപോലെ തന്നെ നമ്മുടെ ചില രക്ഷിതാക്കൾ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ജമാഅത്തുകാരുടെ മദ്രസയിലേക്ക് പറഞ്ഞേക്കും. ഖുർആൻ പഠിക്കാനല്ലേ, മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല, ഖുർആൻ പഠിക്കാൻ ആണല്ലോ. ഖുർആൻ ഇപ്പം എന്താ, ഞങ്ങൾക്കും നമുക്കും അവർക്കൊക്കെ ഒന്ന് തന്നെയല്ലേ, എല്ലാവരും ഖുർആൻ ഒരുപോലെ തന്നെയല്ലേ ഓതല്, അത് പഠിക്കാനല്ലേ ഞങ്ങൾ പറഞ്ഞേക്കണുള്ളൂ. അപ്പൊ ഖുർആൻ പഠിക്കാനല്ലേ, അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ് അല്ലേ. നമ്മുടെ അപ്പുറത്തുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅക്ക് ഏറ്റവും വലിയ ഭീഷണിയായി വന്നിട്ടുള്ള നവവഹാബികളാകുന്ന നമ്മളെ മുടിശുന്നികൾ, അങ്ങനെ തന്നെ പറയട്ടെ, അവരുടെ പ്രഭാഷണങ്ങളും അവരുടെ ക്ലാസുകളും അതിനെക്കുറിച്ച് വിവരമില്ലാത്ത ചില ആളുകൾ പറയാറുണ്ട്, എന്താ ഞങ്ങളിപ്പോ അങ്ങനെ നോക്കിയിട്ടൊന്നല്ല, ഓലും സുന്നികളെന്നല്ലേ, ഓലും തലകെട്ട് കെട്ടിയവരെന്നല്ലേ, ഓലും നല്ല മൂല്യന്മാരുടെ കോലത്തിലുള്ളവരെന്നല്ലേ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് സ്വീകാര്യമല്ല, നമുക്കൊരിക്കലും സ്വീകാര്യമല്ല. നല്ലത് ലഭിക്കണം, നല്ലവരിൽ നിന്ന് ലഭിക്കണം, അതാണ് നമ്മുടെ തത്വം. നല്ലത് ലഭിക്കണം, നല്ലവരിൽ നിന്ന് ലഭിക്കണം. പറയുന്നവരിലേക്ക് നീ നോക്കണ്ട, പറയുന്ന കാര്യത്തിലേക്ക് നോക്കിയാൽ മതി. ഇത് വഹാബി ചിന്തയാണ്. പറയുന്നവൻ ആര് എന്ന് നോക്കണ്ട, പറയുന്നതിലേക്ക് നോക്കിയാൽ മതി എന്നുള്ളത് വഹാബി ചിന്തയാണ്. അതൊരിക്കലും സുന്നത്ത് ജമാഅത്തിന്റെ രീതിയല്ല. പറയുന്നതെന്ത്, പറയുന്നവർ ആര്, ഇത് രണ്ടും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതാണ് അബ്ദുല്ലാഹ് ഇബ്നു ഹൻദല റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിന്റെ പക്കൽ നിന്ന് ഒരു ഇൽമു എനിക്ക് വേണ്ട, ഒന്നും എനിക്ക് വേണ്ട. ഇബ്ലീസിന്റെ പ്രതികരണം എന്താ, ഞാൻ പറയുന്നത് നീ കേട്ടു നോക്ക്, നല്ലതാണെങ്കിൽ സ്വീകരിച്ചാൽ മതിയല്ലോ, പറ്റാത്തതാണെങ്കിൽ എനിക്ക് ഒഴിവാക്കാലോ. ഇത് തന്നെയാണ് സർവ വഹാബികളും സർവ കള്ളത്തരീക്കത്തിന്റെ ആളുകളും ഒക്കെ പറയാറുള്ളത്. ഒന്ന് നോക്കി, 4 ദിവസം ഒന്ന് നോക്കി, പ്രത്യേകിച്ച് തബ്ലീഗിന്റെ ആൾക്കാരൊക്കെ ഒന്ന് നോക്കി, എന്നിട്ട് പറ്റുകയാണെങ്കിൽ എടുത്താൽ മതിയല്ലോ, അല്ലെങ്കിൽ ഒഴിവാക്കാലോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിനെയും നമ്മുടെ അമലുകളെയും സർവ്വ ഫിത്ന ഫസാദുകളെ തൊട്ടും സംരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് അല്ലാഹു നമ്മുടെ ആലിമീങ്ങൾക്ക്, നമ്മുടെ സാദാത്യങ്ങൾക്ക് ഇസ്സത്ത് കൊണ്ടും ആഫിയത്ത് കൊണ്ടും ദീർഘായുസ് കൊണ്ടും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് വേണ്ടി മരണം വരെയും ഇഖ്ലാസോടുകൂടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. പരിശുദ്ധമായ ദീനിന്റെ ഖാദിമീങ്ങളായി പടച്ചറബ് നമ്മളെ കബൂലാക്കട്ടെ. നമ്മുടെ ക്ലാസ് റൂമിന് വേണ്ടി പല നാടുകളിലും പല രാജ്യങ്ങളിലും രാവും പകലും വ്യത്യാസമില്ലാതെ ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും സമ്പത്ത് കൊണ്ടും പല നിലക്കുമുള്ള സേവനങ്ങളെ കൊണ്ടും ഇതിനെ സജീവമാക്കുന്ന ഒരുപാട് ആലിമീങ്ങളും ഒരുപാട് നേതാക്കളും പ്രവർത്തകരുമുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ജോലിയിൽ, അവരുടെയൊക്കെ സമ്പത്തിൽ, അവരുടെയൊക്കെ കുടുംബത്തിൽ എല്ലാത്തിലും ബറക്കത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ ചെലവഴിച്ച സമയം, നമ്മുടെ ചർച്ചകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അള്ളാഹ് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ബുധനാഴ്ച ഈ സമയത്ത് തന്നെ നമുക്ക് വീണ്ടും സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഏതാനും സമയം, ഇപ്പോ ഇന്ത്യൻ സമയം 1:05 കൂടുതൽ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാനുണ്ടായില്ലെങ്കിൽ 1:20 നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മനോഹരമായ ക്ലാസ്സാണ്. ഞാനൊരു വലിയ ചോദ്യമായിട്ടൊന്നുമല്ല, എനിക്ക് ചെറിയൊരു കാര്യം ചോദിക്കാൻ. ഉസ്താദ് ഇവിടെ സംസാരിക്കുമ്പോ ഇബ്ലീസിന്റെ മക്കളെ പേര് പറഞ്ഞു. അപ്പൊ ഇബ്ലീസിന്റെ മക്കളെ പേര് പറഞ്ഞ സമയത്ത് അതേ രൂപത്തിലുള്ള പേരുള്ള ആളുകൾ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. ആ 6 പേര് ഒന്നുകൂടി പറയുകയാണെന്ന് വെച്ചാൽ വ്യക്തമായിട്ടൊന്ന് പറയുകയാണെന്ന് വെച്ചാൽ നന്നായിരുന്നു. നമ്മളെ പല ആളുകളും അങ്ങനത്തെ പേര് സ്വീകരിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. ഇല്ല, നിങ്ങൾക്ക് ആർക്കും തോന്നി? എനിക്കങ്ങനെ തോന്നി. എന്താണിപ്പോ ഞാൻ കേട്ടത്, ജാസിം എന്നൊക്കെ കേൾക്കുന്നത്, ജാസിം, മഷൂഖ് അങ്ങനത്തെ ഒക്കെ കേൾക്കുന്നത്. അപ്പോ എന്താണ് സംഭവം, അത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരികയാണെങ്കിൽ ആ പേര് നമുക്ക് ഒഴിവാക്കാലോ. ഉള്ള ആളുകൾ ഒഴിവാക്കാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും. നമ്മൾ ജനിക്കുന്ന കുട്ടികൾക്ക് ആ പേര് അടങ്ങാറായി. ഇബ്ലീസിന്റെ മക്കളെ പേരെന്നെ ദാസിം എന്നാണ് അല്ലേ? ഞാൻ ജാസിം എന്നാ കേൾക്കുന്നത് ഇവിടെ.
അതാണ് സംഭവം. അപ്പൊ നമുക്ക് പ്രായമായ പ്രശ്നമാണത്. പിന്നെ മറ്റേ 6 മക്കളിൽ വേറൊരു മകന്റെ പേര് പറഞ്ഞ മസൂത്താണല്ലേ, മസൂത്ത്. അപ്പൊ അതാണ് പ്രശ്നം. 2 മക്കളെ പേര്. അപ്പോ മസൂത്തൊന്നും ഞാൻ ആയതും കേട്ടില്ല, ദാസിമും കേട്ടില്ല. ദാസിമും ക്രിസ്ത്യാനിയൊക്കെ ഇടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. സുബൂർ അപ്പൊ അതൊന്നുമില്ല. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. എനിക്ക് അതന്നെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ ചോദിക്കുമ്പോ കുറച്ച് ആളുകളെ പേരൊക്കെ അതേ രൂപത്തിൽ ഉണ്ടോന്നൊരു സംശയം ഉണ്ടായതുകൊണ്ട് ചോദിച്ചതാണ്. എന്താണ് നിലമ്പൂരുണ്ടെന്നോ? ഇല്ലല്ലോ, എന്റെ പേരില്ല. ഇൻഷാ അല്ലാഹ്. ഏതായാലും അതിനെ ചോദിക്കാനുള്ളൂ. വേറൊരാള് റീസാൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കേട്ടോടുത്തുള്ള വാക്കുകളിൽ ഉണ്ടായ പ്രശ്നമാണ്. ജലൻപൂർ അങ്ങനത്തെ പേരൊന്നും ആർക്കും ഇല്ല. കുറച്ച് പ്രയാസമുള്ള പേരായതുകൊണ്ട് ഇടാന്നായിരിക്കും. ഇതൊക്കെ ആരെയും ഇടേണ്ട പേരുകളാണ്. ഈ നോക്കുകൊണ്ട് നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചു നോക്കോണ്ടി. ദാസിമും അതേ രൂപത്തിൽ സുബൂറൊക്കെ ആരെയും ഇട്ടക്കണോ നോക്കോണ്ടി. ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവും. എന്റെ ഈ കാഴ്ചപ്പാട് എനിക്ക് തോന്നണേ ഇതൊക്കെ ആർക്കോ പേരിട്ടിട്ടുണ്ടെന്ന് തോന്നല് പിന്നെയും വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ഏതായാലും മറ്റുള്ള ചോദ്യക്കാരൊക്കെ വരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമലൈക്കും. ASDF നിങ്ങളെ കാറ്റൊക്കെ വരണ്ട്. നിങ്ങളൊന്ന് സൗണ്ട് സംസാരിച്ചാൽ മതി, റെഡിയാവും. മണ്ണീര് DC ആയിട്ടുണ്ട്. ഞാൻ വേറെ ചോദ്യക്കാരുണ്ട്. നല്ല ചോദ്യങ്ങളായിട്ട് ഒരുപാട് ജിന്ന് റൂമുകാർ മറ്റേതൊക്കെ ഉണ്ടല്ലോ, പിശാച് റൂമുകാർ മറ്റേതൊക്കെ അപ്പുറത്ത് ഇപ്പുറത്തുണ്ടല്ലോ. ആരും ചോദിക്കാൻ അസ്സലാമലൈക്കും. പെരിങ്ങല്ലൂർ സാഹിബ് DC അല്ല, മൈക്ക് പോയിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഉസ്താദ്? ഞങ്ങളെ നാട്ടിലെ ഒരു പാറക്കടവിലൊരു പള്ളിയുണ്ട്. ആ പള്ളിന്റെ മേൽത്തട്ടിലേക്ക് കോണില്ല. ഒരു ചെറിയൊരു പഴയ കാലത്തൊരു സ്രാമ്പി പള്ളിയാണ്. അപ്പൊ കോണില്ലാത്ത ഒരു പള്ളിയാണ്. അപ്പൊ ഈ പള്ളി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഈ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകാറുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ അന്വേഷിച്ചപ്പോ പറഞ്ഞത് ഇങ്ങനെ ജിന്നുകള് താമസിക്കുന്ന പള്ളിയാണ്, അതിന്റെ മേൽഭാഗത്ത് എന്നൊക്കെ അന്നത്തെ ആളുകൾ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് തന്നെ ആയിരിക്കും ഉസ്താദേ? അത് പള്ളിയില് ഉള്ള ജിന്നുകള് താമസത്തിന് ഉണ്ടാവുമോ എന്നുള്ളതാണ് എന്റെ സംശയം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പള്ളിയുടെ മുകൾ ഭാഗം കോണിയില്ലാതെ കിടക്കുന്ന ഭാഗങ്ങൾ അവിടെ ജിന്നുകൾ താമസിക്കുന്ന ഭാഗമാണ് എന്നാണ് പറയപ്പെട്ടിരുന്നത്. അത് എത്രത്തോളം ശരിയാകും എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലുള്ള, പ്രത്യേകിച്ച് ഈ വളരെ പഴക്കമുള്ള ചില പള്ളികൾ, അതിലൊക്കെ ഈ പറഞ്ഞ രൂപത്തിലുള്ള മച്ചുകൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് പലരും പറയുന്നത് അവിടെ ജിന്നുകൾ വരാറുണ്ട്, ജിന്നുകൾ അവിടെ വിവാദത്തിനും പല ഹൽക്കകൾക്കും വരാറുണ്ട്, അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ട ഭാഗങ്ങളാണ് എന്നാണ്. ഇത് നമുക്ക് നിഷേധിക്കാനോ തള്ളിക്കളയാനോ
പറ്റുന്നതല്ല. എന്നാൽ ഞാൻ ഈ വിഷയം സംസാരിച്ചപ്പോ പല തവണ പറഞ്ഞിരുന്നു, പല മുൻധാരണകളും പല നിഗൂഢതകളും വെച്ചു പുലർത്തുന്ന, അതല്ലെങ്കിൽ പറഞ്ഞാൽ അത് ചെലവാകുന്ന ഒരു വിഷയമാണ് ജിന്ന് പിശാചി എന്നുള്ളത്. ജിന്ന് പിശാചി എന്ന് പറയുമ്പോഴേക്ക് തന്നെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന പല രൂപങ്ങളും പല കാര്യങ്ങളുമുണ്ട്. അഥവാ ഇതിനെക്കുറിച്ച് പല മുൻവിധികളും പല നിഗൂഢതകളുമാണ് ആളുകൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് പൊതുവെയുള്ളത്. മറ്റൊരവസ്ഥ നാം ഈ വിഷയത്തിൽ കാണുന്നത്, ഇത്തരം കാര്യങ്ങൾ അടച്ചാക്ഷേപിക്കുന്ന ഇസ്ലാമിലെ യുക്തിവാദികൾ എന്ന് പറയപ്പെടാവുന്ന വഹാബികൾ എന്ന് പറയാൻ വയ്യ ഇപ്പോ. കാരണം വഹാബികളിൽ നിന്ന് ഒരു വിഭാഗം ജിന്നുകളുണ്ടെന്നും ജിന്നുകൾ ഉണ്ട് എന്ന് മാത്രമല്ല ജിന്നുകൾക്ക് പലതും സാധിക്കുമെന്നും മഹാന്മാരായ ഔലിയാക്കന്മാരോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാകുമെങ്കിൽ ജിന്നുകളോട് സഹായം ചോദിച്ചാൽ അവിടെ ശിർക്ക് വരൂല എന്നൊക്കെ പറയുകയും അത് സമർത്ഥിക്കുകയും അതിനുവേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതുകയും അത് പറയാൻ വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കുകയും സംഘടന രൂപീകരിക്കുകയും ഒക്കെ ചെയ്ത വഹാബീസത്തിന്റെ ആകെക്കൂടി ഉള്ള ഒരു കഷ്ടകാലമാണ് ഇപ്പോ നമ്മൾ ഈ വഹാബി പ്രസ്ഥാനത്തിൽ കേരള വഹാബീസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം, ഇങ്ങനെ മഹാന്മാരുടെ ചരിത്രങ്ങളിൽ ജിന്നുകൾക്ക് ദർസെടുത്ത ചരിത്രവും അതിനുവേണ്ടി പ്രത്യേക സ്ഥലങ്ങളെ സജ്ജീകരിച്ച സംഭവങ്ങളും ജിന്നുകളുടെ പ്രത്യേക ഹുദൂറുള്ള ഭാഗങ്ങളുമൊക്കെ ചരിത്രങ്ങളിൽ കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പള്ളിയിലോ മറ്റു സ്ഥലങ്ങളിലോ ഇങ്ങനെ ജിന്നുകൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന പേരിൽ ഒരു സ്ഥലമുണ്ടെങ്കിൽ പ്രാമാണികമായി നമുക്കതിനെ നിഷേധിക്കാൻ കഴിയില്ല. അത് സാധ്യതയുള്ള ഒരു വിഷയം തന്നെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും അതല്ലെങ്കിൽ ഒരുപാട് മുൻവിധികളും നിഗൂഢതകളും വെച്ചു പുലർത്തുന്ന ഒരു വിഷയമായതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗം വിജനമായി കിടക്കുന്നെങ്കിൽ, അതല്ലെങ്കിൽ പള്ളിയുടെ ഭാഗമോ ഏതെങ്കിലും മറ്റേതെങ്കിലും സ്ഥലങ്ങളോ വിജനമായി കാണുന്നെങ്കിൽ ആ വിജനമായി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ജിന്നുകളുടെ ഭാഗങ്ങൾ, ജിന്നുകൾ വരുന്ന ഭാഗങ്ങൾ എന്ന രൂപത്തിൽ എഴുതിത്തള്ളലും ശരിയല്ല. എന്നാൽ അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും വയ്യ. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഹലോ, അസ്സലാമു അലൈക്കും. ജാഫർ മണിയിൽ മൈക്ക് എടുക്കുന്ന കണ്ടില്ല, അതുകൊണ്ട് മൈക്ക് എടുത്തത്. പിന്നെ ഉസ്താദ് വേറൊരു സംശയം കൂടി. നമ്മുടെ വീടുകളില് വീട് പണി കഴിപ്പിക്കുമ്പോഴേ അതിന് ചില ദ്വാരങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചില വീടുകളില് എതിർപ്പോക്ക് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് എന്ന് ചില ആളുകൾ അത് പറയാറുണ്ട്. അതുപോലെ തന്നെ ചില വാതിലുകള് നേരെ ലെവലില് വെക്കണം എന്നുള്ളതും ചില ആൾക്കാർ പറയാറുണ്ട്. അത് നമ്മളെ മുൻഭാഗത്തെ ഡോറിന്റെ നേരെ ബാക്കിലേക്ക് ഉള്ള രീതിയിലായിരിക്കണം ആ ബാക്ക് ഭാഗം വരെ എത്തുന്ന ഡോറ് എന്ന് ചില ആളുകൾ പറഞ്ഞ് നമ്മളൊക്കെ ധരിപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രീതികളൊക്കെ ഉള്ളത് തന്നെയാണോ? നമ്മൾ വീടെടുക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ് എന്റെ മറ്റൊരു സംശയം. അസ്സലാമു അലൈക്കും. ഹലോ, സൂത്രങ്ങളെ ഒഴിവാക്കുക, ഇതിനെക്കുറിച്ചാണ് സഹോദരൻ ചോദിച്ചത്. സൂത്രങ്ങൾ, യഥാർത്ഥത്തിൽ ഈ സൂത്രങ്ങൾ എന്നുള്ളതും സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വഞ്ചനയും തട്ടിപ്പും നടക്കുന്നൊരു വിഷയമാണ് വാസ്തു, ഭവന നിർമ്മാണ മേഖല. ഭവന നിർമ്മാണ മേഖല എന്ന് പറഞ്ഞാൽ പടവേരും തേപ്പേരും വാർപ്പിന്റെ പണിക്കാരും തട്ടിപ്പ് നടത്തുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല. അതിപ്പോ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഭവന നിർമ്മാണ ശാസ്ത്രം എന്ന പേരിൽ, അതല്ലെങ്കിൽ ഇസ്ലാമിക് വാസ്തുവിദ്യ എന്ന പേരിൽ, വാസ്തുശാസ്ത്രം എന്ന പേരിലൊക്കെ വളരെ മനോഹരമായി വൃത്തിയുള്ള തട്ടിപ്പ് എന്ന് തന്നെ പറയാം. തട്ടിപ്പും തരികിടയും കളിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ ഇത്രത്തോളം ഈ വിഷയം പറയാൻ കാരണം, വാസ്തുവിദ്യയെക്കുറിച്ച് അൽഹംദുലില്ലാ ആധികാരികമായിക്കൊണ്ട് നിലവിലുള്ള 3 വാസ്തുവിദ്യകളും
വളരെ മനോഹരമായിക്കൊണ്ട് തന്നെ പഠിക്കാൻ അവസരം കിട്ടിയ ഒരു വ്യക്തി എന്ന നിലക്കാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. സമൂഹത്തിൽ ജനങ്ങൾ വളരെ കൂടുതൽ വഞ്ചിക്കപ്പെടുന്ന, മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന ആ പഴമൊഴി തീർത്തും യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് വിലസിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഭവന നിർമ്മാണ ശാസ്ത്രം, അതല്ലെങ്കിൽ വാസ്തുവിദ്യ എന്ന പേരിലൊക്കെ പറയപ്പെടുന്ന സാധനം. പല വീടുകളിലും ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ മനോഹരമായ വീടുകളായിരിക്കും. വീടുണ്ടാക്കി 1 വർഷം 6 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. വീടിന്റെ ഭാഗത്ത് മെയിൻ വാതിൽ തുറന്ന് ഡൈനിങ് ഹാളിൽ നോക്കാം, ചുമരിന്റെ മുകളിൽ ഓട്ട. നേരെ തെക്കോട്ട് നോക്കിയാൽ അവിടെയും കാണൊരോട്ട, വടക്കോട്ട് നോക്കിയാൽ അവിടെയും കാണൊരോട്ട. അപ്പൊ ഏതോ ഒരു വില്ലൻ പറഞ്ഞു വന്നിട്ട് ഒരു വില്ലൻ വീട്ടിൽ വന്നിട്ട് ഓട്ടാക്കിച്ചതാണ്. എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോ ആ പ്രയാസങ്ങൾ ഡോക്ടറെ മരുന്ന് പിടിച്ച് തീരും, അത് പരിഹാരമാവണില്ല. അപ്പോ ഏതോ ആശേരി വന്നിട്ട് ഏതെങ്കിലും മറ്റേ ജാഫറി വില്ലനല്ല കേട്ടോ, ജാഫറി വില്ലനല്ലേ, അങ്ങനെ മനസ്സിലാക്കണ്ട. ഈ തട്ടിപ്പന്മാരെ കുറിച്ച് പറഞ്ഞാണ് ഞാൻ. അവര് വന്നിട്ട് അതിലിവിടെ ഓട്ടാക്കണം, ചുമരിവിടെ ഓട്ടാക്കണം, അത് പോക്കുവരവ് പോകാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി പോക്കുണ്ടാവും വരവുണ്ടാവും, പോക്കുണ്ടാവും വരവുണ്ടാവും. വീട്ടാൻ്റെ അടുത്ത് 5000 റുപ്യ പോകും, ഈ പോയ തട്ടിപ്പന് ആ 5000 വരും ചെയ്യും. അതാണ് ഈ പോക്ക് വരവ് അറിച്ചിട്ടുണ്ടെങ്കിൽ. മറ്റോ വീട്ടുകാരന്റെ പോക്കറ്റിൽ നിന്ന് പോകുന്നു, ഈ പോയ തട്ടിപ്പേരന്റെ പോക്കറ്റിക്ക് വരുന്നു. അതാണ് ഈ പോക്ക് വരവ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സൂത്രങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് ജിന്നായിട്ട് ബന്ധമുള്ള ഒരു വിഷയമല്ല. ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരമാണ് ഈ സൂത്രങ്ങൾ എന്ന വിഷയമുള്ളത്. പാരമ്പര്യ വാസ്തുവിലോ അതല്ലെങ്കിൽ ചൈനീസ് വാസ്തുവിദ്യയിലോ പോക്കുവരവ് എന്ന സംഗതി, സൂത്രങ്ങൾ എന്ന വിഷയമില്ല. ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ സൂത്രങ്ങൾ 2 സൂത്രങ്ങളെക്കുറിച്ച് കാര്യമായി കൊണ്ട് പറയുന്നുണ്ട്. മൊത്തം 8 സൂത്രങ്ങളെക്കുറിച്ചാണ്, 4 സൂത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ കാര്യമായിക്കൊണ്ട് 4 സൂത്രങ്ങളെക്കുറിച്ച്, ബ്രഹ്മസൂത്രം, യമസൂത്രം എന്ന് പറയുന്ന 2 സൂത്രങ്ങളെക്കുറിച്ച് കാര്യമായിക്കൊണ്ട് പറയുന്നുണ്ട്. കിഴക്ക് പടിഞ്ഞാറ് സൂത്രം, തെക്ക് വടക്ക് സൂത്രം. മറ്റ് കിഴക്ക് വടക്ക് മൂലയിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് മൂലയിലേക്കുള്ളൊരു സൂത്രവും, തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് കിഴക്ക് തെക്ക് മൂലയിലേക്ക് പോകുന്ന ഒരു സൂത്രവും. ഇങ്ങനെ മൊത്തം 4 സൂത്രങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രം ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരം യമസൂത്രവും ബ്രഹ്മസൂത്രവുമാണ്. ഈ സൂത്രങ്ങൾ ഒഴിവാവാനെന്ന പേരിലാണ് ഈ ചുമരിന്റെ മുകളിൽ ഓട്ടാക്കിക്കുന്നത്. ചുമരിന്റെ മുകളിൽ ഓട്ടാക്കിക്കൊണ്ടൊന്നും സൂത്രം ഒഴിവാവൂല. ഇനി സൂത്രം ഒഴിവാക്കേണ്ടതുണ്ടോ, അതൊരു വിഷയമാണ്. സൂത്രം ഒഴിവാക്കേണ്ടതുണ്ടോ? സൂത്രം എല്ലാ സ്ഥലങ്ങളിലും ഒഴിവാക്കേണ്ടതില്ല. എല്ലാ സ്ഥലങ്ങളിലും, ചില സ്ഥലങ്ങളിൽ മാത്രം ഭൂമിശാസ്ത്ര നിയമപ്രകാരം, വാസ്തുവിദ്യയിലെ ഭൂമിശാസ്ത്ര നിയമപ്രകാരം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഈ ബ്രഹ്മസൂത്രവും യമസൂത്രവും ഒഴിവാക്കേണ്ടതുള്ളൂ. അതും എല്ലാ അളവുകളിലും ഇല്ല. ചില അളവുകളിൽ മാത്രം സൂത്രങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ ചില സ്ഥലങ്ങളിൽ ചില അളവുകൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് ബ്രഹ്മസൂത്രവും യമസൂത്രവും ഒഴിവാക്കണമെന്നുള്ളത്. അതും ഭാരതീയ വാസ്തുശാസ്ത്രത്തിന്റെ നിയമത്തിൽ മാത്രം. അതല്ലാതെ മറ്റു വാസ്തുവിദ്യകളിലൊന്നും ഇങ്ങനെ സൂത്രങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതില്ല. സൂത്രങ്ങൾ ഒഴിവാക്കാനാവട്ടെ ഒരു തുളച്ചതുകൊണ്ട് ഈച്ചയും പ്രാണിയും കൊതുകും മറ്റും ചേരട്ട പോലുള്ള ജന്തുക്കളൊക്കെ കയറി വരും എന്നതല്ലാതെ, കൂറകൾക്ക് ഒളിച്ചിരിക്കാനും പിന്നെ പല്ലിക്കൊളിച്ചിരിക്കാനും ഒരു ദോരമായി എന്നതല്ലാതെ അതുകൊണ്ട് സൂത്രം ഒഴിവാവൂല്ല. നമ്മുടെ നാട്ടിൽ ചില ആശാരിമാരൊക്കെ ഉണ്ട്. ഈ ആശാരിമാർക്ക് ഇതിലൊരു വിവരവും ഉണ്ടാവില്ല. വിവരമില്ല എന്നുള്ളത് മാത്രമല്ല, വിവരമില്ല എന്നുള്ള വിവരവും ഉണ്ടാവില്ല. കാരണം അച്ഛന്റെ കൂടെ മുത്തച്ഛന്റെ കൂടെ 4 ദിവസം നൂല് പിടിക്കാൻ പോയി ആ വിവരം മാത്രമേ ഇവർക്കുണ്ടാവുള്ളൂ. ആധികാരികമായിക്കൊണ്ടിട്ട് പഠിച്ച ഒരു വിവരം ഉണ്ടാവില്ല. ഈ ആശാരിനെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് നല്ല വൃത്തിയിൽ ലക്ഷങ്ങൾ ചെലവാക്കി ഉണ്ടാക്കിയ വീടിന്റെ ചുമരൊക്കെ ഓട്ടാക്കിച്ചിട്ട് വളരെ വളരെ മോശം, വളരെ മോശം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ സൂത്രങ്ങളും ജിന്നുകളും തമ്മിൽ ഒരു ബന്ധമില്ല. ബ്രഹ്മസൂത്രം യമസൂത്രം എന്ന് പറഞ്ഞാൽ അത് ജിന്നുകളെയോ പിശാചിനെയോ ഒഴിവാക്കാനുള്ള സൂത്രങ്ങളല്ലത്. പിന്നെ പോക്കുവരവ് എന്ന് പറയും.
പോക്കുവരവ് എന്നുള്ളത് ചില സ്ഥലങ്ങളിൽ യാഥാർത്ഥ്യമാണ്. പോക്കുവരവ് അത് മനസ്സിലാക്കൽ തേരോട്ടെന്നോ അങ്ങനെയൊക്കെ നാടൻ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പോക്കുവരവ് എന്നുള്ളത് വാസ്തുവിദ്യകളെ കൊണ്ട് മനസ്സിലാക്കപ്പെടുന്ന വിഷയമല്ല. പോക്കുവരവ് വാസ്തുവിദ്യകളെ കൊണ്ട് മനസ്സിലാക്കപ്പെടുന്ന കാര്യമല്ല. അത് അള്ളാഹുവിന്റെ മഹാന്മാരായ ആളുകൾക്ക് കശ്ഫിലൂടെ ഇൽഹാമിലൂടെ മാത്രം മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല അസ്മാഉൽ ഹുസ്നയിലെ പ്രത്യേകമായ ചില ദിക്റുകൾ മഹാന്മാരിൽ നിന്ന് ലഭിക്കുന്ന ഇജാസത്ത് പ്രകാരം അതിന്റെ റിയാള വീട്ടിയ ചില ആളുകൾ, അവർക്കും പോക്കുവരവ് മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലാതെ വാസ്തു നിയമങ്ങളെ കൊണ്ട് ഒരിക്കലും പോക്കുവരവ് മനസ്സിലാക്കാൻ കഴിയില്ല. വാസ്തുവിദ്യ കൊണ്ട്, വാസ്തു നിയമങ്ങളെ കൊണ്ട് ഒരിക്കലും പോക്കുവരവ് മനസ്സിലാക്കാൻ സാധിക്കൂല. അപ്പോൾ ചുമരുമ കാണുന്ന ഓട്ട അതൊരിക്കലും ജിന്നുമായി ബന്ധപ്പെട്ടതല്ല. സൂത്രങ്ങൾ എന്നുള്ളതിനൊക്കെ ജിന്നുമായി യാതൊരു ബന്ധവുമില്ല. ചുമരും ഓട്ടാക്കിയതുകൊണ്ട് സൂത്രങ്ങൾക്ക് പരിഹാരവുമാവൂല. സൂത്രം എന്നുള്ളത് സൂത്രങ്ങളെ കൃത്യമായി കൊണ്ട് പാലിക്കാതിരിക്കുമ്പോൾ സൂത്രവേദമുണ്ടായി എന്നാ പറയാം. സൂത്രവേദം പരിഹരിക്കപ്പെടണം എന്നുള്ളത് വാസ്തുവിദ്യയിൽ നിന്ന് ഒരു വാസ്തുശാസ്ത്രത്തിന്റെ മാത്രം നിയമമാണ്. അത് തന്നെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ അളവുകൾക്കുമില്ല, ചില സ്ഥലങ്ങളിൽ ചില അളവുകൾക്ക് മാത്രമുള്ള നിയമമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി കൊണ്ട് അറിയുന്ന ആളുകളെ കൊണ്ടുവന്ന് കാണിച്ച് പരിഹാരം ചെയ്യുക എന്നതല്ലാതെ ഏതെങ്കിലും ആൾക്കാരെങ്ങനെ കൊണ്ടുവന്ന് ചുമരും ഓട്ടാക്കിയിട്ടും മറ്റ് അങ്ങനെ ആക്കിയിട്ടും കാശ് പോവാന്നല്ലാണ്ട്, അല്ലെങ്കിൽ മനോഹരമായി ഉണ്ടാക്കിയ വീട് വൃത്തികേടാവെന്നല്ലാതെ അതിന് പരിഹാരം ഒന്നാവൂല. അതൊക്കെ പ്രത്യേക ഈ വിഷയത്തിൽ നമ്മൾ ബോധവാന്മാരാവേണ്ടുന്ന, തിരിച്ചറിയേണ്ടുന്ന വിഷയങ്ങളാണ്. ഹലോ സഹോദരന്മാരെ, 1:25 ആയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചർച്ചകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നിവിടെ ഈ ചർച്ച അവസാനിപ്പിക്കാം. റൈസ് ഹാൻഡ് ചെയ്ത് നിൽക്കുന്ന ജാഫർ എന്ന സഹോദരൻ കൂടി മൈക്കെടുത്തതിന് ശേഷം അതോടുകൂടി നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ജാഫർ മൈക്കെടുത്ത് കാണാതായപ്പോ ഉസ്താദ് ഒരാൾക്കും കൂടി അവസരം കൊടുത്തപ്പോ ഞാൻ മൈക്കെടുത്താണ്. ഉസ്താദ്, ഒരു സംശയം കൂടി. ഞാൻ വീട് ഇപ്പൊ ഒരു പുതിയ വീട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ വീടിന്റെ അടുത്ത് ഒരു ചെറിയ കാവ് ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വീടെടുക്കുമ്പോ പല ആളുകളും അതിനെ എന്നോട് പറയുകയുണ്ടായി, അവിടെ വീടെടുക്കുന്നത് അത്ര ഉത്തമമാവില്ല എന്നുള്ള രീതിയിൽ എന്നോട് ചില ആളുകളൊക്കെ സംസാരിച്ചു. അപ്പൊ അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവുമോ ഉസ്താദെ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. അതുകൂടി ഉസ്താദ് ഒന്ന് പറഞ്ഞു തന്നാലും വളരെ ഉപകാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വീടിന്റെ അടുത്ത് കാവുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ വീടിന്റെ പരിസരത്ത് കാവുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ വീട് നിൽക്കുന്ന സ്ഥലവും അത് ബുദ്ധിമുട്ടുള്ള സ്ഥലമാവണമെന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ പരിസരത്തൊന്നും കാവോ അതുപോലെയുള്ള മറ്റൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടും നമ്മുടെ വീട് നിൽക്കുന്ന സ്ഥലവും ശുദ്ധമാകണമെന്നുമില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. നമ്മുടെ വീടിന്റെ പരിസരത്ത് ഒരു കാവോ അതുപോലെയുള്ള മറ്റ് പൂജത്തറയോ മറ്റോ ഉള്ളത് കൊണ്ട് നമ്മുടെ വീട് നിൽക്കുന്ന സ്ഥലവും അശുദ്ധമാകണമെന്നില്ല. നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടും നമ്മുടെ വീട് നിൽക്കുന്ന സ്ഥലവും വൃത്തിയാകണമെന്നുമില്ല. ഇത് ഉണ്ട് എന്നുള്ളതും ഇല്ല എന്നുള്ളതും ഒന്നിനും മാനദണ്ഡമല്ല. പിന്നെ കാവോ അതല്ലെങ്കിൽ മറ്റ് പൂജത്തറകളോ മറ്റ് ശ്മശാനങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായി വല്ല പ്രയാസങ്ങളും നമ്മുടെ വീട് നിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അത്തരം വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ആളുകളെ ആ സ്ഥലങ്ങൾ കാണിച്ചുകൊണ്ട് ഉറപ്പുവരുത്തേണ്ടുന്ന കാര്യമാണ്. ചുറ്റുഭാഗത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ടോ ഇല്ല എന്നുള്ളത് കൊണ്ടോ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ നമുക്ക് കൃത്യമായി കൊണ്ട് പറയാൻ സാധ്യമല്ല. അത് ആ പരിസരങ്ങൾ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ദിക്റുകളുടെ ഇജാസത്തുകളും റിയാദുകളും വീട്ടിയ ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു പ്രത്യേക കാര്യം മാത്രമാണത്. അതല്ലാതെ വാസ്തുവിദ്യ നിയമപ്രകാരം അത് മനസ്സിലാക്കാനോ പറയാനോ കഴിയില്ല.
പിന്നെ ഒരു സഹോദരൻ ഒരു ചോദ്യം, ഒരു സംശയം ഇവിടെ മെസ്സേജ് ചെയ്തത്, ഖുർആനിലെ നിയമങ്ങൾ ജിന്നുകൾക്ക് ബാധകമാണോ അതോ അത് മനുഷ്യർക്ക് മാത്രമുള്ളതാണോ? കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഈ വിഷയം പറഞ്ഞിരുന്നു. അഥവാ നമുക്ക് കുറെ നിയമങ്ങളുള്ളത് പോലെ ജിന്നുകൾക്കും കുറെ നിയമങ്ങളുണ്ട്. അമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് നിയമങ്ങളുള്ളത് പോലെ, നമുക്ക് കുറെ ഹറാമുകളും കുറെ വാജിബുകളും കുറെ സുന്നത്തുകളും കറാഹത്തുകളും ഉള്ളതുപോലെ കുറെ നിയമങ്ങൾ ജിന്നുകൾക്കുമുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹഫത്തുൽ മുഹ്താജിൽ പറഞ്ഞത് അവർക്ക് നിയമങ്ങളുണ്ട് എന്നുള്ളത് ഉറപ്പ്. പക്ഷേ ഏതൊക്കെയാണ് ആ നിയമങ്ങൾ? നമ്മുടെ നിയമങ്ങൾ കൃത്യമായിക്കൊണ്ട് നമ്മുടെ ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതുപോലെ, നമ്മുടെ കിതാബുകൾ രേഖപ്പെടുത്തപ്പെട്ടതുപോലെ അവർക്കുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ള വിശദീകരണങ്ങൾ നമുക്ക് പറയാൻ സാധ്യമല്ല. നിയമങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ നിയമങ്ങൾ ഏതൊക്കെയാണ്, എന്തെല്ലാമാണ് എന്ന് കൃത്യമായിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലോ ഹദീസ് വ്യാഖ്യാനങ്ങളിലോ ഖുർആൻ വ്യാഖ്യാനങ്ങളിലോ ജിന്നുകളുടെ നിയമങ്ങൾ എന്താണ്, ഏതൊക്കെയാണ് ജിന്നുകളുടെ ഹറാമുകൾ, കറാഹത്തുകൾ, സുന്നത്തുകൾ, വാജിബുകൾ എന്നുള്ള വിശദീകരണം വന്നിട്ടില്ല. അതുകൊണ്ട് അവർക്ക് കുറെ നിയമങ്ങൾ ബാധകമാണ് എന്ന പൊതു വിശ്വാസത്തിനപ്പുറം, ആ വിവരത്തിനപ്പുറം നമുക്കതിൽ കൂടുതലായിക്കൊണ്ടൊന്നും പറയാൻ സാധ്യമല്ല. ഇൻഷാ അല്ലാഹ് ഇനി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടുത്ത ബുധനാഴ്ച ഇന്ത്യൻ സമയം 11:30 മണിക്ക് അള്ളാഹുവിന്റെ തൗഫീഖുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. പരിശുദ്ധമായ ദീനിന് ഖൈറാണെങ്കിൽ അള്ളാഹു വീണ്ടും നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യുകയും ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദുആയിൽ എന്നെയും കുടുംബത്തെയും പ്രത്യേകിച്ച് ഉസ്താദുമാരെയും ശിഷ്യന്മാരെയും എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.